മലങ്കര കാത്തലിക് ടിവിയിലെ കാറ്റഗീസിസ് മതബോധനം എന്ന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വേദപാഠാവലിയിലെ 10 ക്ലാസ്സുകൾ കഴിഞ്ഞ 10 എപ്പിസോഡുകളിലായി നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിച്ച് മനുഷ്യ സൃഷ്ടിയിൽ മുന്നേറി ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ തുടർന്ന് യേശുമിശിഹായിൽ പൂർണ്ണമായ വെളിപാടിൻ്റെ ചരിത്രം, യേശുവിൻ്റെ ശരീരവും തുടർച്ചയുമായ സഭയിലൂടെ ലോകാവസാനം വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ വെളിപാടിൻ്റെ ചരിത്രം വിശുദ്ധ ലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമമായും കൃത്യമായും 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു. 8, 9, 10 ക്ലാസ്സുകളിൽ ഈ വെളിപാടിൻ്റെ ചരിത്രത്തോടുള്ള മനുഷ്യൻ്റെ പ്രത്യുത്തരം എന്ന നിലയിൽ 8, 9, 10 ക്ലാസ്സുകൾ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൻ്റെ ചർച്ചാ വിഷയം ആരാണ് ദൈവം, ദൈവം തന്നെ വെളിപ്പെടുത്തിയത് എങ്ങനെയാണ്, ആ ദൈവത്തെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും കുട്ടികൾക്ക് അറിവ് നൽകുക എന്നുള്ളതായിരുന്നു 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുടെ അടിസ്ഥാന ലക്ഷ്യം. അപ്പോൾ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ ആരാണ് ദൈവം എന്ന കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമമായും കൃത്യമായും നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു. ഇന്ന് നമ്മൾ 11ാം ക്ലാസ്സാണ് ചർച്ച ചെയ്യുക. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ ചർച്ചാ വിഷയം ദൈവമായിരുന്നുവെങ്കിൽ, ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയായിരുന്നെങ്കിൽ, 11ാം ക്ലാസ്സിലെ ചർച്ചാ വിഷയം ആരാണ് മനുഷ്യൻ എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു ഷിഫ്റ്റ് കാണാൻ സാധിക്കും. ആരാണ് ദൈവം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതെന്നും വ്യത്യസ്തമായിട്ട് 11ാം ക്ലാസ്സിൽ ആരാണ് ദൈവം എന്ന് പഠിപ്പിക്കുന്നതിലുപരി ആരാണ് മനുഷ്യൻ, മനുഷ്യനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കാനാണ് താല്പര്യപ്പെടുക. മനുഷ്യൻ എങ്ങനെയുണ്ടായി, അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്, ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ, എന്തിനാണ് ദൈവവും മതവും പള്ളിയും പുരോഹിതനുമൊക്കെ, ഈ ലോക ജീവിതവും വരാനിരിക്കുന്ന ജീവിതവും എങ്ങനെ സന്തോഷകരവും സൗഭാഗ്യകരവുമാക്കി തീർക്കാം എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് 11ാം ക്ലാസ്സിൽ പ്രത്യേകമായിട്ടും ചർച്ച ചെയ്യുക. ചുരുക്കത്തിൽ മനുഷ്യനും മനുഷ്യൻ്റെ പ്രശ്നങ്ങളുമാണ് 11ാം ക്ലാസ്സിലെ ചർച്ചാ വിഷയം. 1 മുതൽ 10 വരെ ദൈവം ആയിരുന്നു ചർച്ചാ വിഷയമെങ്കിൽ 11ലെ ചർച്ചാ വിഷയം ആരാണ് മനുഷ്യൻ എന്നുള്ളതാണ്. 11ാം ക്ലാസ്സിൻ്റെ ടൈറ്റിൽ ക്രിസ്തു സാദൃശ്യത്തിലേക്ക്. 11ാം ക്ലാസ്സിൽ 10 പാഠങ്ങളാണുള്ളത്. ഒരു നൂലിൽ കോർത്തിണക്കിയ പൂമാല പോലെ 10 പാഠങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് ഒരേ ചരടിൽ കോർത്തിണക്കിയിരിക്കുകയാണ്. ഓരോ പാഠവും അടുത്ത പാഠത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ടാണ് നിൽക്കുക. 1ാമത്തെ പാഠം മനുഷ്യനും ദൈവവും എന്നുള്ളതാണ്. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അവതരിപ്പിച്ചുകൊണ്ട്, മൃഗങ്ങളെക്കാൾ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ മനുഷ്യനിലുണ്ട്, മൃഗങ്ങളിലുള്ള അടിസ്ഥാനപരമായ കുറേ സ്വഭാവങ്ങൾ മനുഷ്യനുണ്ടെങ്കിലും മൃഗങ്ങൾക്കില്ലാത്ത വളരെയധികം സ്വഭാവങ്ങൾ മനുഷ്യനുണ്ട്. മനുഷ്യന് ഈ സ്വഭാവങ്ങൾ എവിടെ നിന്ന് കിട്ടി, അതിനെല്ലാം അടിസ്ഥാനം മനുഷ്യൻ്റെ മനുഷ്യത്വമാണെന്നും ഈ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യനുള്ള ദൈവത്വമാണെന്നും അത് ദൈവം മനുഷ്യന് നൽകിയതാണെന്നുമുള്ള അടിസ്ഥാന ചിന്തയിൽ നിന്നാണ് 1ാം പാഠം രൂപപ്പെടുക. 10 പാഠങ്ങളുടെയും അടിസ്ഥാനം 1ാമത്തെ പാഠവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ കൂടാതെ മനുഷ്യനെ അവതരിപ്പിക്കുക, ദൈവത്തെ കൂടാതെ മനുഷ്യനെ വ്യാഖ്യാനിക്കുക അസാധ്യമാണ്. ഈ ഒരു ചിന്താധാരയിൽ നിന്നാണ് 11ാം ക്ലാസ് മുഴുവൻ രൂപപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് 1ാം പാഠം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് ദൈവവുമായി ബന്ധപ്പെട്ട് മാത്രമേ അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്താധാരയിലാണ് ബാക്കി 10 പാഠങ്ങളും ക്രമപ്പെടുത്തിയിരിക്കുക. 2ാമത്തെ പാഠം യേശുക്രിസ്തു മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത. ക്രിസ്തീയ ദർശനമനുസരിച്ച് മനുഷ്യനിലെ ദൈവത്വത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ യേശുക്രിസ്തുവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യനും യേശുക്രിസ്തുവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ യേശുക്രിസ്തുവുമായി അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ
ക്രിസ്ത്യാനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യൻ നമ്മുടെ ബന്ധത്തെയാണ് രണ്ടാം പാഠം വിവരിക്കുക. മൂന്നാമത്തെ പാഠം ദൈവസമ്പാദനം ക്രിസ്തീയ ആധ്യാത്മികതയുടെ അടിത്തറ. ഒരു ക്രിസ്ത്യാനി മാമോദീസായിലൂടെയും വിശുദ്ധ മൂറോനിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും യേശുക്രിസ്തുവുമായും പരിശുദ്ധ തൃത്വവുമായും അഭേദ്യമായൊരു ബന്ധം സ്ഥാപിക്കുന്നുവെന്നും അങ്ങനെ മാമോദീസായിൽ ലഭിച്ച ഈ പരിശുദ്ധാത്മ സാന്നിധ്യം ഓരോ ദിവസവും ഒരു വ്യക്തിയിൽ വളർന്നു വരുന്നതിനെയാണ് ദൈവസമ്പാദനം എന്ന് പറയുക. ദൈവത്തെ സമ്പാദിക്കുക എന്നുള്ളതാണ് ആധ്യാത്മികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് സഭയിലൂടെ എങ്ങനെയാണ് ദൈവത്തെ സമ്പാദിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പാഠത്തിൻ്റെ പ്രധാന ചർച്ചാ വിഷയം. നാലാമത്തെ പാഠം മനുഷ്യന് ദൈവത്തെ നഷ്ടപ്പെടുന്നതെങ്ങനെ. മൂലപാപങ്ങൾ. മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മ സാന്നിധ്യം ഓരോ ദിവസവും ആത്മാവിൽ നാം വളർന്ന് സമ്പാദിക്കുന്ന ഈ ദൈവകൃപ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആദിമാതാപിതാക്കളുടെ പാപം മൂലം മനുഷ്യനിൽ രൂഢമൂലമായ മൂലപാപങ്ങൾ, 7 മൂലപാപങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യുക. മൂലപാപങ്ങൾ വഴി മനുഷ്യൻ അടിസ്ഥാനപരമായി തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു. മൂലപാപങ്ങളും അതുമായി ബന്ധപ്പെട്ട പാപങ്ങളുമാണ് നാലാം പാഠത്തിലെ ചർച്ചാ വിഷയം. ദൈവത്തിന് മനുഷ്യനെ നഷ്ടപ്പെടുന്ന വഴികൾ. അഞ്ചാമത്തെ പാഠം നിരീശ്വരവാദവും ഈശ്വരവിശ്വാസവും എന്നുള്ളതാണ്. ഒരു വ്യക്തി ബോധപൂർവം ബുദ്ധിപരമായി ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നതാണ് നിരീശ്വരവാദം. അപ്പോൾ നിരീശ്വരവാദം എന്ന യാഥാർത്ഥ്യത്തിൻ്റെ വിവിധങ്ങളായ ബൗദ്ധിക തലങ്ങളും ഈശ്വരവിശ്വാസത്തിന് അടിസ്ഥാനപരമായ ബൗദ്ധിക കാര്യങ്ങളും അവതരിപ്പിക്കുകയാണ് അഞ്ചാമത്തെ പാഠത്തിലൂടെ. ബോധപൂർവം ഒരു വ്യക്തി ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന വഴികൾ എന്താണ് എന്ന് ഈ പാഠത്തിലൂടെ പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുകയാണ്. ആറാമത്തെ പാഠം കമ്മ്യൂണിസം എന്ന പ്രത്യയ ശാസ്ത്രമാണ്. മനുഷ്യൻ ഭൗതികനാണ്. കാണപ്പെടുന്ന നിരീക്ഷിക്കപ്പെടുന്ന ഭൗതിക യാഥാർത്ഥ്യമല്ലാതെ മനുഷ്യനിൽ യാതൊന്നുമില്ല. ആത്മാവും ദൈവവും ഒന്നും നിലനിൽക്കുന്നില്ല. മനുഷ്യൻ ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ് എന്ന അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. ഒരുവൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതോടുകൂടി അടിസ്ഥാനപരമായി അവൻ ദൈവത്തെ നിഷേധിക്കുന്നതിന് ഇടയാകും. അങ്ങനെ കമ്മ്യൂണിസം എന്ന ഭൗതികവാദം പ്രത്യയശാസ്ത്രത്തിലൂടെ ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന വഴികളാണ് ആറാമത്തെ പാഠത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുന്നത്. ഏഴാമത്തെ പാഠം നശിപ്പിക്കുന്ന ലഹരി. മനുഷ്യ വ്യക്തിത്വത്തെയും മനുഷ്യനിലെ ദൈവസാന്നിധ്യത്തെയും നശിപ്പിക്കുന്ന ലഹരിയെക്കുറിച്ചാണ് ഏഴാമത്തെ പാഠം ചർച്ച ചെയ്യുക. ലഹരിയിലൂടെ മനുഷ്യൻ അവനിലെ മനുഷ്യത്വത്തെ നശിപ്പിക്കുന്നു, അവനിലെ ദൈവസാന്നിധ്യത്തെ നശിപ്പിക്കുന്നു. അങ്ങനെ മനുഷ്യന് ദൈവത്തിൻ്റെ സാന്നിധ്യം ക്രമേണ നഷ്ടമാകുന്നു. അപ്പോൾ 4, 5, 6, 7 പാഠങ്ങളിലൂടെ മനുഷ്യൻ നേടിയെടുത്ത ദൈവകൃപ എങ്ങനെ നഷ്ടമാകുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എട്ടാമത്തെ പാഠം പ്രത്യാശയിലേക്ക്. ഒരുവന് പാപം മൂലം അല്ലെങ്കിൽ നിരീശ്വരവാദം മൂലം, പ്രത്യയശാസ്ത്രത്തിൻ്റെ കടന്നുകയറ്റം മൂലം, ലഹരി മൂലം, മറ്റേതെങ്കിലും തരത്തിലൊക്കെ ദൈവം നഷ്ടമായാൽ, ഒരുവന് ദൈവം നഷ്ടപ്പെട്ടാലും ദൈവത്തിൽ നിന്ന് അകന്നാലും പശ്ചാത്താപത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും അവന് വീണ്ടും ദൈവത്തിൻ്റെ മകനാകാൻ സാധിക്കും, ദൈവകൃപയിൽ വളരാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയുടെ വലിയ ചിന്തകളാണ് എട്ടാമത്തെ പാഠത്തിൽ ചർച്ച ചെയ്യുക. 9ാമത്തെ പാഠം വിശുദ്ധ പൗലോസ് ശ്ലീഹ ക്രിസ്ത്യാനികൾക്ക് ഒരു ഉത്തമ മാതൃക. നാം 2ാമത്തെ പാഠത്തിൽ പഠിക്കുകയുണ്ടായി. ഒരു ക്രിസ്ത്യാനിയുടെ വ്യക്തിത്വം അടിസ്ഥാനപരമായി യേശുവുമായി ബന്ധപ്പെട്ടാണിരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി ജീവിച്ച വിശുദ്ധ പൗലോസ് ശ്ലീഹ എല്ലാ ക്രിസ്ത്യാനികൾക്കും മാതൃകയാണ്. ക്രിസ്തു സാദൃശ്യത്തിലേക്ക് എന്നുള്ളതാണ് 11ാം പാഠത്തിൻ്റെ ടൈറ്റിൽ നാം കാണുകയുണ്ടായി. അങ്ങനെ ക്രിസ്തു സാദൃശ്യത്തിലേക്ക് വളർന്നു വന്ന ഏറ്റവും വലിയൊരു മിഷണറിയും ഉത്തമ ക്രിസ്ത്യാനിയുമായ വിശുദ്ധ പൗലോസിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളും ആണ് 9ാമത്തെ പാഠത്തിലൂടെ ചർച്ച ചെയ്യുക. വിശുദ്ധ പൗലോസ് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരു മാതൃകയാണ്. ഈ പറയുന്ന ആധ്യാത്മികത ജീവിക്കാൻ ഏത് വ്യക്തിക്കും സാധിക്കുമെന്ന് വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കുന്ന പാഠമാണ് 9ാമത്തെ പാഠം. 10ാമത്തെ പാഠം ഞാൻ എന്തുകൊണ്ട് കത്തോലിക്കനായിരിക്കുന്നു. വൈ ആം ഐ എ കാത്തലിക്. നമുക്കറിയാം വിവിധ സഭാ സമൂഹങ്ങളുണ്ട്. ആ വിവിധ സഭാ സമൂഹങ്ങൾക്കിടയിൽ സഭയുടെ പൂർണ്ണത കത്തോലിക്ക സഭയിലാണ് എന്നുള്ള ബോധ്യം
ഈ പാഠത്തിലൂടെ നൽകുകയാണ്. ഞാൻ എന്തുകൊണ്ട് കത്തോലിക്കനായിരിക്കുന്നു, അതിൽ നിന്നും ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയായിരിക്കുന്നു, അടുത്തപടി എന്തുകൊണ്ട് ഞാനൊരു ദൈവവിശ്വാസിയായിരിക്കുന്നു. ഈ 3 ചോദ്യത്തിനും ഈ പാഠത്തിലൂടെ ഉത്തരം കണ്ടെത്തുകയാണ്. അപ്പോൾ ഞാൻ അടിസ്ഥാനപരമായി ഒരു ദൈവവിശ്വാസിയാണ്, ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു കത്തോലിക്കനാണ്, മലങ്കര കത്തോലിക്കനാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ള ബോധ്യം കുട്ടിക്ക് നൽകുകയാണ് 10ാമത്തെ പാഠത്തിലൂടെ. 11ാം ക്ലാസ്സിൻ്റെ ടൈറ്റിൽ ക്രിസ്തു സാദൃശ്യത്തിലേക്ക് ഓരോ മനുഷ്യ വ്യക്തിയും ജനിക്കുന്നത് യേശുവിനെ പോലെയായി തീരാനാണ്, ക്രിസ്തുവിനെ പോലെയായി തീരാനാണ്, ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് വളരാനാണ് എന്നുള്ള ചിന്തയാണ് 11ാം ക്ലാസ്സിൻ്റെ ടൈറ്റിൽ അർത്ഥമാക്കുക. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തു സാദൃശ്യത്തിലേക്ക് യേശുവിനെ പോലെ ആ വിശുദ്ധിയിൽ വളരാൻ വിളിക്കപ്പെട്ടവനാണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ പ്രത്യേകമായിട്ട് നൽകുക. പാഠം 1, മനുഷ്യനും ദൈവവും. ചിന്തിക്കുക എന്നത് മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ ആരാകുന്നു, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എവിടെ നിന്ന് ഉണ്ടായി, ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു, ഞാനും സമൂഹവും തമ്മിലുള്ള ബന്ധമെന്ത്, ഞാനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധമെന്ത്, ഞാൻ സൃഷ്ടിക്കപ്പെട്ടതാണോ അതോ സ്വയംഭൂവായി ഉണ്ടായതാണോ, മരണത്തോടുകൂടി എൻ്റെ ജീവിതം അവസാനിക്കുമോ? ഈ ചോദ്യങ്ങളെല്ലാം എല്ലാ മനുഷ്യരുടെയും ചിന്തയുടെ ഭാഗമാണ്. ഈ ചോദ്യങ്ങൾക്ക് നാം കൊടുക്കുന്ന ഉത്തരമനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ നാം രൂപപ്പെടുത്തുന്നതും ക്രമീകരിക്കുന്നതും. 11ാം ക്ലാസ്സിലെ 1ാം പാഠം, അതിൻ്റെ ചർച്ചാ വിഷയം ആരാണ് മനുഷ്യൻ എന്നുള്ളതാണ്. മനുഷ്യനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് നമുക്ക് ലഭിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുക. അതുകൊണ്ട് ആരാണ് മനുഷ്യനെന്ന് കൃത്യമായി അപഗ്രഥിക്കുവാനാണ് ഈ പാഠത്തിലൂടെ പരിശ്രമിക്കുക. 1ാമത്തെ പാഠം നാം വ്യക്തമായി മനസ്സിലാക്കിയാൽ ബാക്കി പാഠങ്ങളെല്ലാം അതിനോട് ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. ജന്തുശാസ്ത്രമനുസരിച്ച് സ്വന്തം നിലനിൽപ്പ്, സ്വന്തം വംശത്തിൻ്റെ നിലനിൽപ്പ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൃഗങ്ങൾ ജീവിക്കുന്നത്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അത് ഭക്ഷണം കഴിക്കും, വിശ്രമിക്കും, സ്വന്തം നിലനിൽപ്പിനായി എതിരാളികളെ അത് തോൽപ്പിക്കും, ആക്രമിക്കും, സ്വന്തം വംശത്തിൻ്റെ നിലനിൽപ്പിനായി അത് ഇണചേരും. ചുരുക്കത്തിൽ മൃഗങ്ങളിൽ 4 ഫാക്കൽറ്റികളാണുള്ളത്, പ്രത്യേക സ്വഭാവങ്ങളാണുള്ളത്: ഭക്ഷിക്കുക, വിശ്രമിക്കുക, ആക്രമിക്കുക, സന്താനോൽപാദനം നടത്തുക. ഈ 4 അടിസ്ഥാനപരമായ മൃഗങ്ങളിലെ ഈ സ്വഭാവങ്ങളും എല്ലാ മനുഷ്യരിലുമുണ്ട്. മൃഗങ്ങൾ ഒരുപക്ഷെ വിശന്നാൽ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും തിന്നുമെന്ന് നമുക്കറിയാം. മൃഗങ്ങളിൽ ആൺവർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ മറ്റുള്ളവരുടെ മേൽ അധീശത്വം പുലർത്തുന്നുവെന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യനെന്നാൽ ഒരു സാമൂഹിക മൃഗമാണെന്നും അതുകൊണ്ട് തിന്നുക, വിശ്രമിക്കുക, ആക്രമിക്കുക, സന്താന ഉൽപാദനം നടത്തുക എന്നീ പ്രവൃത്തികളാണ് മനുഷ്യപ്രവൃത്തികൾ എന്ന് ചിന്തിക്കുന്ന ചിന്തകരുമുണ്ട്. എന്നാൽ ഈ 4 സ്വഭാവങ്ങൾക്ക് പുറമെ മനുഷ്യനിൽ ധാരാളം വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഈ 4 സ്വഭാവങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യനുള്ളത് തന്നെയാണ്: ഭക്ഷിക്കുക, വിശ്രമിക്കുക, ആക്രമിക്കുക, പ്രതിരോധിക്കുക, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക. എന്നാൽ ഈ 4 അടിസ്ഥാന സ്വഭാവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ വ്യത്യസ്തനായിരിക്കുന്ന പല മേഖലകളുമുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധി, ഓർമ്മ, വിവേകം, മനുഷ്യൻ്റെ ചിന്തകൾ, വികാരങ്ങൾ, മനസ്സാക്ഷി, അവൻ്റെ വ്യക്തിത്വം, ആശയവിനിമയം, അവനിലെ സംസ്കാരം, സംസാരിക്കാനുള്ള അവൻ്റെ കഴിവ്, ഈശ്വരചിന്ത, വസ്ത്രധാരണം, ധാർമ്മിക ബോധം, സൗന്ദര്യബോധം, ആരാധനാബോധം, ക്രിയാത്മക ചിന്ത, ഇവകളൊന്നും തന്നെ മൃഗങ്ങൾക്കില്ല എന്ന് നമുക്കറിയാം. മൃഗങ്ങൾക്കില്ലാത്ത ഈ ഗുണങ്ങൾ, ഈ ഫാക്കൽറ്റികൾ എവിടെ നിന്ന് മനുഷ്യന് ലഭിച്ചു? മൃഗവും മനുഷ്യൻ തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കുമ്പോഴാണ് ആരാണ് മനുഷ്യന് നമ്മൾ തിരിച്ചറിയുക. മൃഗങ്ങൾക്കില്ലാത്ത അനേകം ഗുണഗണങ്ങൾ, ഫാക്കൽറ്റികൾ മനുഷ്യനിലുണ്ട്. ഇത് മനുഷ്യന് എവിടെ നിന്ന് ലഭിച്ചതാണ്? എല്ലാ മതങ്ങളും പൊതുവായി പറയുക, മനുഷ്യൻ്റെ ഈ പ്രത്യേക ഗുണങ്ങൾ, മൃഗങ്ങൾക്കില്ലാത്ത ഈ പ്രത്യേക ഗുണങ്ങൾ മനുഷ്യനിലെ മനുഷ്യത്വത്തിൽ നിന്ന് ലഭിച്ചതാണ്. മനുഷ്യന് മനുഷ്യത്വമുള്ളത് കൊണ്ട് അവന് അങ്ങനെ മനുഷ്യത്വത്തിലൂടെ ലഭിച്ചതാണ് ഈ പ്രത്യേക ഗുണങ്ങൾ. മനുഷ്യനിലെ മനുഷ്യത്വം എന്ന് പറയുക മനുഷ്യന് ദൈവം കൊടുത്ത മനുഷ്യനിലെ ദൈവത്വമാണ്. എല്ലാ മതങ്ങളും പൊതുവായി അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യനിലെ മനുഷ്യത്വം മനുഷ്യനിലെ ദൈവത്വമാണ് എന്നതാണ് മതങ്ങളുടെ എല്ലാം പൊതുവായ നിരീക്ഷണം.
മനുഷ്യനിലെ മനുഷ്യ സ്വഭാവത്തിന് അഥവാ ദൈവത്വത്തിന് ദൈവത്വം, ദൈവിക ഛായ, ദൈവിക ബീജം, ദൈവിക ജീവൻ എന്നീ വാക്കുകളാണ് വിവിധ മതങ്ങൾ ഉപയോഗിക്കുന്നത്. മനുഷ്യത്വവും ദൈവത്വവും ഒന്നാണെന്ന ചിന്തയാണ് യഹൂദ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതങ്ങൾക്കുള്ളത്. അപ്പോൾ മനുഷ്യനിലെ മനുഷ്യത്വം മനുഷ്യന് ദൈവം കൊടുത്ത ദൈവ സ്വഭാവമാണെന്നുള്ളതാണ് ബൈബിളിലെ അടിസ്ഥാന ചിന്ത. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും കൊടുക്കാഞ്ഞ പ്രത്യേകമായ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ഛായ, ദൈവത്തിൻ്റെ അംശം മനുഷ്യന് മാത്രം കൊടുത്തു. അതിനാൽ മനുഷ്യൻ മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്നു. ദൈവത്തിൻ്റെ അംശം, ദൈവത്തിൻ്റെ കയ്യൊപ്പ് മനുഷ്യനുണ്ട് എന്നുള്ളതാണ് ക്രിസ്തീയ ദർശനത്തിൻ്റെ അടിസ്ഥാനം. മനുഷ്യനിൽ ദൈവത്തിൻ്റെ ഛായയുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ മനുഷ്യനെക്കുറിച്ച് നൽകുന്ന അടിസ്ഥാനപരമായ ദർശനം. ഇന്ത്യൻ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലുമെല്ലാം ഈ ചിന്തയിൽ നിന്നും വലിയ വ്യത്യാസമില്ലാതെയാണ് മനുഷ്യനെ അവതരിപ്പിക്കുക. മനുഷ്യനിൽ ദൈവത്തിൻ്റെ അംശമുണ്ട് എന്നുള്ള ചിന്തയാണ് എല്ലാ മതങ്ങളും പൊതുവായിട്ട് അവതരിപ്പിക്കുക. ഗ്രീക്ക് ചിന്തകളിലും മറ്റ് ചിന്താധാരകളിലുമെല്ലാം മനുഷ്യനിൽ ഒളിഞ്ഞു കിടക്കുന്ന മനുഷ്യത്വം അത് ദൈവത്വമാണെന്നും അതുകൊണ്ട് ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് ദൈവവുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുമാണ് പൊതുവായ ചിന്താധാര. ഈ ഒരു അടിസ്ഥാന ചിന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുൻപോട്ടുള്ള നമ്മുടെ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുക. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് മനുഷ്യൻ ദൈവവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനുണ്ടായിരിക്കുന്ന ഗുണഗണങ്ങളെല്ലാം തന്നെ ദൈവം മനുഷ്യന് കൊടുത്തതാണ്, ദൈവത്തിന് മനുഷ്യന് ലഭിച്ചതാണ്. അതുകൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തി ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക അസാധ്യമാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചിന്താധാര. മൃഗങ്ങളിൽ അടിസ്ഥാനപരമായുള്ള ഈ 4 സ്വഭാവ രീതികൾ എല്ലാ മനുഷ്യരിലുമുണ്ടെന്നും അതുപോലെ തന്നെ മനുഷ്യനിലെ മനുഷ്യത്വം എന്നത് ദൈവം മനുഷ്യന് കൊടുത്ത ദൈവിക അംശമാണെന്നും ഈ ദൈവിക സാന്നിധ്യം, ഈ ദൈവത്തിൻ്റെ ആത്മാവ്, ഈ ദൈവത്വം, ഈ ദൈവിക സാന്നിധ്യം കൊണ്ട് മനുഷ്യനിൽ ലഭിച്ചിരിക്കുന്ന മൃഗീയ സ്വഭാവങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാമെന്നും അതിനെ വിശുദ്ധീകരിച്ചെടുക്കാമെന്നും അങ്ങനെ ദൈവിക സ്വഭാവങ്ങളുടെ ഉള്ളിൽ ദൈവകൃപ കൊണ്ട് മനുഷ്യനിലെ ഈ മൃഗീയ സ്വഭാവങ്ങളെ രൂപാന്തരപ്പെടുത്തിയെടുക്കാമെന്നും ആണ് എല്ലാ മതങ്ങളും വിശ്വസിക്കുക. അതുകൊണ്ട് മനുഷ്യനിലെ ദൈവത്തിൻ്റെ അംശം എപ്പോൾ നഷ്ടപ്പെടുമോ, മനുഷ്യനിലെ മനുഷ്യത്വം നഷ്ടപ്പെടുമോ, അപ്പോൾ ഒരു മനുഷ്യൻ മൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് തരം താഴും. നമ്മളതുകൊണ്ട് നാട്ടിൽ പറയും അവൻ മൃഗത്തേക്കാൾ അധപ്പതിച്ചു. കാരണം അവനിലെ മൃഗസ്വഭാവങ്ങളെ അടക്കി നിർത്തുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക സാന്നിധ്യം, ദൈവിക അംശം അവനിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ അവന് ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. ഇല്ലായെങ്കിൽ അവൻ്റെ ഉള്ളിലെ ഈ മൃഗസ്വഭാവം ശക്തി പ്രാപിക്കുകയും മൃഗങ്ങൾക്ക് തുല്യമായ ജീവിതം അവൻ നയിക്കുകയും ചെയ്യും. മൃഗങ്ങൾക്ക് ഉള്ള ഈ സ്വഭാവ രീതികളെ രൂപാന്തരപ്പെടുത്തി അതിനെ സംസ്കരിച്ച് അതിനെ ഉദാത്തീകരിക്കുന്നത് മനുഷ്യനിലെ ദൈവസാന്നിധ്യമാണ്, ദൈവിക അംശമാണ്. അതുകൊണ്ട് ഈ ദൈവിക അംശം എപ്പോൾ മനുഷ്യൻ നഷ്ടപ്പെടുമോ അപ്പോൾ അവൻ മൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് തരം താഴും എന്നുള്ളതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനപരമായ ചിന്താധാര. ക്രിസ്തീയ ദർശനമനുസരിച്ച് ദൈവം ആദിയിൽ ആദാമിനെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കി അവൻ്റെ മൂക്കിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതി ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകി, ദൈവത്തിൻ്റെ അംശം നൽകി. അവൻ പാപം ചെയ്തപ്പോൾ ഈ ദൈവിക അംശം അവന് നഷ്ടമായി. ഉൽപ്പത്തി 6:3 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, എൻ്റെ ആത്മാവിനെ മനുഷ്യനിൽ വസിക്കുകയില്ല, അവൻ വെറും ജഡമാണ്. പാപം ചെയ്തപ്പോൾ ഈ ദൈവിക അംശം മനുഷ്യൻ നഷ്ടമായെന്നും അവൻ മൃഗത്തെപ്പോലെയായി, മൃഗാവസ്ഥയിലേക്കായി, അവൻ വെറും ജഡമാണ് എന്നും വിശുദ്ധ ലിഖിതം സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരുവൻ പാപം ചെയ്യുമ്പോൾ, തിന്മയിൽ ജീവിക്കുമ്പോൾ അവനിലെ ദൈവിക അംശം അവന് നഷ്ടമാകുന്നു. ദൈവമായിട്ടുള്ള ഈ ആഴപ്പെട്ട വ്യക്തിബന്ധത്തിലൂടെ ഈ ദൈവിക ആത്മാവിനെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നും അങ്ങനെ ദൈവിക ആത്മാവിൻ്റെ ഉള്ളിൽ, ദൈവാത്മാവിൻ്റെ ഉള്ളിൽ ശക്തി പ്രാപിക്കുമ്പോൾ എന്നിലെ ദൈവത്വം വളരുമ്പോൾ എന്നിലെ മനുഷ്യത്വം വളരുമെന്നും അതിലൂടെ എന്നിലെ മൃഗസ്വഭാവങ്ങളെ രൂപാന്തരപ്പെടുത്താനും അടക്കി നിർത്താനും
യഥാർത്ഥ മനുഷ്യവ്യക്തിയായി പ്രവർത്തിക്കാനും എനിക്ക് സാധിക്കുമെന്നും നാം മനസ്സിലാക്കുന്നു. ചുരുക്കത്തിൽ ദൈവമില്ലാതെ, മതമില്ലാതെ, പള്ളിയില്ലാതെ, പുരോഹിതനില്ലാതെ എനിക്കൊരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ ഉള്ളിൽ ദൈവസാന്നിധ്യമില്ല എങ്കിൽ ഞാൻ മൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് തരം താഴുമെന്നും, അതുകൊണ്ട് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ദൈവവുമായി ബന്ധപ്പെട്ട് മാത്രമേ ഒരു ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് ഒന്നാമത്തെ പാഠത്തിൻ്റെ അടിസ്ഥാന ചർച്ചാ വിഷയം. പ്രപഞ്ചോൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യ ഉൽപ്പത്തിയെക്കുറിച്ചും ബൈബിൾ പറയുന്ന വ്യത്യസ്തമായിട്ട് ശാസ്ത്രം പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ 10ാമത്തെ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. ബിഗ് ബാങ് തിയറിയും അതുപോലെ തന്നെ പരിണാമ സിദ്ധാന്തവുമൊക്കെ. എന്നാൽ നാം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുകയുണ്ടായി. ഈ തിയറികളൊന്നും തന്നെ 100% എല്ലാവരും അംഗീകരിച്ച തിയറികൾ അല്ല. രണ്ടാമതായി, ഈ തിയറികൾ പൊതുവായി അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും നാം ഈ തിയറിക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത ചില മേഖലകളുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ബിഗ് ബാങ് തിയറിയുടെ പിന്നിൽ പ്രവർത്തിച്ചത് അത് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലാണ്. പരിണാമത്തിൻ്റെ ആരംഭം, അല്ലെങ്കിൽ ഏകകോശജീവി ആരംഭത്തിൽ ജീവനുണ്ടായത് ദൈവത്തിൻ്റെ ഇടപെടൽ മൂലമാണ്. മൃഗത്തിൽ നിന്നും മനുഷ്യരിലേക്കുള്ള ഷിഫ്റ്റ്, ആ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊന്നും ശാസ്ത്രത്തിന് കൃത്യമായ ഉത്തരം ഇല്ല. ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ സാധിക്കാത്തടത്ത് റിലിജിയൻ അതിൻ്റെ ഉത്തരം പറയുകയാണ്, മതം അതിൻ്റെ ഉത്തരം പറയുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ കൂടാതെ ആരാണ് മനുഷ്യൻ എന്ന് ഉത്തരം പറയുക അസാധ്യമാണ്. ദൈവത്തെ കൂടാതെ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള അടിസ്ഥാനപരമായ ചിന്തയാണ് 1ാം പാഠത്തിൻ്റെ ചർച്ചാ വിഷയം. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ 11ാം ക്ലാസ്സിലെ 1ാം പാഠം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ആവശ്യത്തിന് സമയമെടുത്ത് കുട്ടികളെ പഠിപ്പിക്കണം. ദൈവമില്ലാതെ ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുക സാധ്യമാണ്. ദൈവമില്ലാതെ മനുഷ്യന് ഉത്തരം നൽകിക്കഴിഞ്ഞാൽ അവൻ മൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് തരം താഴും, അവൻ മൃഗാവസ്ഥയിലേക്ക് അധപ്പതിക്കും എന്നുള്ള അടിസ്ഥാന ചിന്ത 1ാം പാഠത്തിലൂടെ കുട്ടികൾക്ക് നൽകാൻ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. 2ാമത്തെ പാഠം യേശുക്രിസ്തു മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത. പൗരസ്ത്യ ദൈവശാസ്ത്രമനുസരിച്ച്, അല്ലെങ്കിൽ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രമനുസരിച്ച് സൃഷ്ടികർമ്മവും രക്ഷാകര കർമ്മവും എല്ലാം നിർവഹിക്കുന്നത് പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. പിതാവിൻ്റെ ഇച്ഛ മൂലം പുത്രൻ തമ്പുരാൻ പരിശുദ്ധാത്മാവിലൂടെ സൃഷ്ടികർമ്മവും രക്ഷാകര കർമ്മവും നിർവഹിക്കുന്നു. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പിതാവ് പറയുമ്പോൾ പുത്രനാണ് ആ സൃഷ്ടികർമ്മം നിർവഹിക്കുക. പിതാവിൻ്റെ ഇരുകരങ്ങളാണ് പുത്രനും പരിശുദ്ധാത്മാവുമെന്ന് വിശുദ്ധ ഇരണേവൂസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞപ്പോൾ പുത്രൻ തമ്പുരാൻ താൻ മനുഷ്യാവതാരം ചെയ്യുമ്പോൾ താനെടുക്കുന്ന മനുഷ്യരൂപം മുമ്പിൽ കണ്ടുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി. അപ്പോൾ മനുഷ്യന് കൊടുത്ത മുഖം, രൂപം ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്യുമ്പോൾ താൻ എടുക്കുന്ന രൂപം മുമ്പിൽ കണ്ടുകൊണ്ടാണ്. മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ രൂപവും ഭാവവുമാണ് ആദ്യ മനുഷ്യന് പർദീസായിൽ വെച്ച് നൽകിയത്. അപ്പോൾ ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് അവൻ യേശുവുമായി അഭേദ്യമായി അവൻ ബന്ധപ്പെട്ടിരിക്കുന്നു. തൃത്വത്തിലെ 2ാമത്തെ ആളായ ദൈവപുത്രനായ യേശുക്രിസ്തുവുമായി അവൻ അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. അവൻ്റെ രൂപവും ഭാവവുമെല്ലാം അവൻ ലഭിച്ചത് ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ നിന്നാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യനാകുമ്പോൾ താൻ എടുക്കേണ്ട രൂപവും ഭാവവുമാണ് മനുഷ്യന് നൽകിയത്. അതുകൊണ്ട് മനുഷ്യൻ അടിസ്ഥാനപരമായി യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യന് യേശുവിൻ്റെ ഛായയാണ്, സാദൃശ്യമാണ് ഉള്ളത്. നമുക്കറിയാം, യേശുവിൻ്റെ ഛായ, യേശുവിൻ്റെ രൂപമെന്ന് പറയുക പിതാവിൻ്റെ രൂപമാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ യേശുക്രിസ്തു മനുഷ്യന് തൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞുണ്ടാക്കി തൻ്റെ രൂപവും ഭാവവും നൽകി. പ്രാർത്ഥനകളിലെല്ലാം നിരന്തരം നമ്മൾ കാണുന്നതാണ് ഈ ചിന്താധാര. യേശുക്രിസ്തു മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കുക മാത്രമല്ല, അവൻ പാപത്തിൽ വീണ് അധപ്പതിച്ചപ്പോൾ അവൻ രക്ഷിക്കാനായി അവൻ മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യന് വേണ്ടി പാടുപീടുകൾ സഹിച്ച് കാൽവരിയുടെ നടുവിൽ നാട്ടി കുരിശിൽ തൻ്റെ ശരീരം തകർത്ത് രക്തം ചിന്തി മനുഷ്യവംശത്തെ എന്നേക്കുമായി രക്ഷിച്ചു. അതുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ സൃഷ്ടാവെന്ന നിലയിലും രക്ഷിതാവെന്ന നിലയിലും മനുഷ്യൻ
യേശു ക്രിസ്തുവിനോട് അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ആരായിത്തീരണം, അവൻ്റെ ഈ ലോക ജീവിതത്തിലെ അവൻ്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം അവൻ ആരായിത്തീരണമെന്നുള്ള ചോദ്യത്തിന് അവൻ യേശുവിനെ പോലെയായിത്തീരുകയാണ് വേണ്ടത്. സൃഷ്ടാവിനെ പോലെയായിത്തീരുക. ആ ക്രിസ്തു സാദൃശ്യത്തിലേക്കുള്ള വളർച്ചയാണ് 11-ാം പാഠം ലക്ഷ്യം വെക്കുക. അതുകൊണ്ടാണ് ക്രിസ്തു സാദൃശ്യത്തിലേക്ക് യേശു ക്രിസ്തു തൻ്റെ രൂപവും ഭാവവും നൽകി എന്നെ സൃഷ്ടിച്ചെങ്കിൽ അവനെപ്പോലെയായിത്തീരാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ വിശുദ്ധിയിലേക്ക് വളരാൻ, അവൻ്റെ പൂർണ്ണതയിലേക്ക് വളരാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത യേശുവിലാണ്. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് ഓരോ മനുഷ്യ വ്യക്തിയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ബോധ്യമാണ് 2-ാമത്തെ പാഠത്തിലൂടെ പ്രധാനമായി നമ്മൾ പങ്കുവയ്ക്കുക. 3-ാമത്തെ പാഠം ദൈവസമ്പാദനം ക്രിസ്തീയ ആധ്യാത്മികതയുടെ അടിത്തറ. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് അവൻ ദൈവവുമായി അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ യേശു ക്രിസ്തുവുമായും പരിശുദ്ധ തൃത്വവുമായും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഒരുവൻ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതോടുകൂടി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവം അവൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നുവെന്നും അങ്ങനെ ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവുമായും പരിശുദ്ധ തൃത്വവുമായും അഭേദ്യമായ സംസർഗത്തിലായിരിക്കുന്നുവെന്നും ആ ദൈവത്തിൽ വളരുക എന്നുള്ളതാണ് ആധ്യാത്മികതയെന്നും അങ്ങനെ വളർന്ന് യേശുവിനെ പോലെയായിത്തീരുക, അങ്ങനെ യേശുവിനോടൊപ്പമായിത്തീരുക, യേശുവിനെ പോലെയായിത്തീരുക, യേശുവിൽ വസിക്കുക, ഈ ലോക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും യേശുവിനോട് ഒത്തു വസിക്കുക. അതാണ് നിത്യജീവൻ, അതാണ് സ്വർഗീയ അനുഭവം എന്നൊക്കെ പറയുക. അപ്പോൾ അതിന് മനുഷ്യനെ സഹായിക്കുന്ന വേദിയാണ് സഭ എന്ന് പറയുക. മാമോദീസാൽ എനിക്ക് ലഭിച്ച ഈ പരിശുദ്ധാത്മ സാന്നിധ്യം, ദൈവിക ബന്ധം, അതിനെ വളർത്തിയെടുക്കുക സഭയിലൂടെയാണ് ഞാൻ അതിനെ വളർത്തിയെടുക്കുക. അപ്പോൾ ദൈവസമ്പാദനം എന്നത് ആധ്യാത്മികതയുടെ അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. ഞാൻ എന്തിനാണ് സഭയുടെ അംഗമായിരിക്കുന്നത്, പള്ളിയിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നത്? അടിസ്ഥാന ഒറ്റ കാര്യമേ ഉള്ളൂ. മാമോദീസായിലൂടെ എനിക്ക് ലഭിച്ച ഈ ദൈവിക സാന്നിധ്യം, ദൈവകൃപ, അതിനെ വളർത്തിയെടുക്കുക, ഉജ്ജ്വലിപ്പിക്കുക. അപ്പോൾ ദൈവസമ്പാദനം അതാണ് ആധ്യാത്മികതയുടെ അടിസ്ഥാനം. അങ്ങനെ ദൈവത്തെ സമ്പാദിക്കാൻ അതിൻ്റെ അടിസ്ഥാന ഒരു മീഡിയമാണ് സഭ എന്നത്. സഭയിലൂടെയാണ് ഞാൻ യേശുവിനെ കാണുന്നതും അനുഭവിക്കുന്നതും പരിശുദ്ധത്വവുമായി സംസർഗത്തിലാകുന്നതും. ഈ ലോകത്തിലെ യേശുവിൻ്റെ കാണപ്പെടുന്ന ശരീരമാണ്, തുടർച്ചയാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ സഭയിലൂടെയാണ് ഞാൻ പരിശുദ്ധ തൃത്വവുമായും യേശു ക്രിസ്തുവുമായും ആഴപ്പെട്ട വ്യക്തിബന്ധത്തിലേക്ക് വളരുന്നതും ദൈവസമ്പാദനത്തിൽ വളരുന്നതും. ദൈവസമ്പാദനത്തിനുള്ള 3 വഴികളെക്കുറിച്ച് ഈ പാഠത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി, വചനാധിഷ്ഠിത ആധ്യാത്മികത. ദൈവം നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരിക ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്, വാക്കിലൂടെയാണ്, നമ്മുടെ ചെവിയിലൂടെ ദൈവം നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരും. നാം വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ, ദൈവത്തെ കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ഉറപ്പിക്കും. വിശുദ്ധ ലിഖിതം വായിക്കുക, വിശുദ്ധ ലിഖിതത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കുക. അപ്പോൾ വിശുദ്ധ ലിഖിതവുമായി ബന്ധപ്പെട്ട ഒരു ആധ്യാത്മികതയിലൂടെ ദൈവസമ്പാദനത്തിൽ എനിക്ക് വളരാനായിട്ട് സാധിക്കും. 2-ാമത്തെ ആധ്യാത്മിക ശൈലി ആരാധനക്രമ ആധ്യാത്മികത. ആരാധനയിലൂടെ നമുക്ക് ദൈവത്തെ സമ്പാദിക്കാൻ സാധിക്കും, പ്രത്യേകിച്ച് കൂദാശകളിലൂടെ. വിശുദ്ധ കുർബാന, കുമ്പസാരം, മറ്റു കൂദാശകളിലൂടെയൊക്കെ എനിക്ക് ദൈവത്തെ സമ്പാദിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാനയെ പ്രത്യേകിച്ച് നാവിലൂടെ കർത്താവിൻ്റെ ഉള്ളിലോട്ട് കടന്നു വരികയാണ്. വിശുദ്ധ ലിഖിതത്തിലെ കർത്താവിൻ്റെ വചനങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ വാക്കുകളാണെങ്കിൽ കൂദാശകൾ ദൈവിക സ്പർശനത്തിൻ്റെ നിമിഷങ്ങളാണ്. ഒരമ്മ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ കുഞ്ഞിനത് ആനന്ദം നൽകും. എന്നാൽ ഒരമ്മ സംസാരിക്കുന്നതോടൊപ്പം കുഞ്ഞിനെ കരങ്ങളിൽ ചേർത്ത് പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഭവം കൂടി കുട്ടിക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ വാക്കുകളാണ് വിശുദ്ധ ലിഖിതമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ സ്പർശനങ്ങളാണ് വിശുദ്ധ കൂദാശകളെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കൗദാശിക ആധ്യാത്മികത, ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി, നമ്മുടെ യാമപ്രാർത്ഥനകൾ, കൂദാശകൾ, നോമ്പ്, ഉപവാസം, ഇതെല്ലാം അതിൽപ്പെടുന്നതാണ്. 3-ാമത്തെ ആധ്യാത്മിക ശൈലി ലിവിങ് സ്പിരിച്വാലിറ്റി, വിറ്റ്നസിങ് സ്പിരിച്വാലിറ്റി, സ്വയം വിശുദ്ധീകരണവും സാക്ഷ്യ ജീവിതവും. നമ്മളെ തന്നെ സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മിൽ നിന്നും സാക്ഷ്യത്തിൻ്റെ ജീവിതം പുറത്തേക്ക് ഒഴുകുന്ന ഒരു ആധ്യാത്മികത. എൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന ഒരു ആധ്യാത്മികത. ദിയാക്കോണൽ സ്പിരിച്വാലിറ്റി, വിറ്റ്നസിങ് സ്പിരിച്വാലിറ്റി, ശുശ്രൂഷയിലൂടെയുള്ള ആധ്യാത്മികത.
ഈ 3 ആധ്യാത്മിക രീതിയിലൂടെ നമുക്ക് ദൈവത്തെ സമ്പാദിക്കാനായിട്ട് സാധിക്കും. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ കുത്തിവെക്കുന്നത് പോലെ നമ്മൾ ദൈവവുമായി ഒരു ബന്ധത്തിലാകുന്ന നിമിഷമാണ് ഈ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റിയും ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റിയും വിറ്റ്നസിങ് സ്പിരിച്വാലിറ്റിയും. നാം ദൈവവുമായി ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മളിലേക്ക് ദൈവകൃപ ഒഴുകി വരും. അങ്ങനെ ഈ 3 തലത്തിൽ നമുക്ക് ദൈവത്തെ സമ്പാദിക്കാൻ പറ്റും, ദൈവകൃപയിൽ വളരാൻ പറ്റും, ദൈവാത്മാവിൽ വളരാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം വളരുമ്പോൾ, ദൈവാത്മാവ് വളരുമ്പോൾ നമ്മുടെ ഉള്ളിലെ മൃഗസ്വഭാവത്തെ രൂപാന്തരപ്പെടുത്താനും ഉദാത്തീകരിക്കാനും സാധിക്കും. എന്നാൽ നമ്മിൽ നിന്ന് ഈ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവാത്മാവ് നഷ്ടപ്പെടുമ്പോൾ മൃഗസ്വഭാവം ശക്തി പ്രാപിക്കും. പിന്നെ മൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ തരം താഴും. ഭക്ഷിക്കുക, വിശ്രമിക്കുക, ആക്രമിക്കുക, ഉൽപാദനം നടത്തുക, മൃഗീയ അവസ്ഥയിലേക്ക് മാത്രം മനുഷ്യൻ്റെ മനസ്സ് അധപതിക്കും. അതുകൊണ്ട് മനുഷ്യന് ദൈവത്തെ ആവശ്യമാണ്. മനുഷ്യനായി ജീവിക്കാൻ ദൈവത്തെ വേണം. ഇല്ലെങ്കിൽ അവൻ മൃഗാവസ്ഥയിലേക്ക് തരം താഴും. അങ്ങനെ ദൈവത്തിൽ വളരാനുള്ള വഴികളാണ് ഈ പറഞ്ഞ 3 വഴികൾ. സഭയിലൂടെ ഈ 3 വഴികൾ പ്രത്യേകമായിട്ട് സഭ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 പാഠങ്ങളിലൂടെ ആരാണ് മനുഷ്യൻ, മനുഷ്യന് ദൈവത്തെ കൂടാതെ അവൻ അസ്തിത്വമില്ല, ക്രിസ്തീയ ചിന്താധാരപ്രകാരം മനുഷ്യനിലെ മനുഷ്യത്വം എന്ന് പറയുക മനുഷ്യനിലെ ദൈവത്വമാണ്, ദൈവം കൊടുത്ത ഛായയാണ്. അതുകൊണ്ട് ദൈവത്തെ കൂടാതെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുക തന്നെ അസാധ്യമാണ്. ക്രിസ്തീയ ദർശനമനുസരിച്ച് യേശുക്രിസ്തുവാണ്, ദൈവപുത്രനായ യേശുവാണ് മനുഷ്യനെ രൂപപ്പെടുത്തിയെന്നും, ക്രിസ്തീയ ദർശനമനുസരിച്ച് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യനിലുണ്ട് എന്നും, ഓരോ മനുഷ്യനും യേശു സാദൃശ്യത്തിലേക്ക് വളരാൻ വിളിക്കപ്പെട്ടവനാണെന്നും, യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് മനുഷ്യ അസ്തിത്വത്തിൻ്റെ ലക്ഷ്യമെന്നും, 3-ാം പാഠത്തിൽ ഈ ദൈവകൃപയിൽ വളരുവാൻ, ദൈവാത്മാവിൽ വളരുവാൻ, ദൈവസാന്നിധ്യത്തിൽ വളരുവാനുള്ള വഴികൾ എന്താണെന്നും ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ 4 മുതൽ ഉള്ള പാഠങ്ങൾ, 4 മുതൽ 7 വരെയുള്ള പാഠങ്ങൾ മനുഷ്യന് ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന വഴികളെക്കുറിച്ചാണ്. ആദ്യ 3 പാഠങ്ങളിൽ മനുഷ്യനിൽ ദൈവ സാന്നിധ്യമുണ്ടെന്നും എങ്ങനെ മനുഷ്യനിൽ ദൈവസാന്നിധ്യം വളർന്നു വരാമെന്നും ഒക്കെ നമ്മൾ പഠിച്ചെങ്കിൽ, നാം അറിയാതെ തന്നെ നമ്മിൽ നിന്നും മനുഷ്യനിൽ നിന്നും ദൈവം നഷ്ടപ്പെടുന്ന വഴികളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. ഏതൊക്കെ വഴികളിലൂടെയാണ് ദൈവം നമുക്ക് നഷ്ടമാകുക, മനുഷ്യന് ദൈവത്തെ നഷ്ടമാകുന്നത് എങ്ങനെ? 4-ാം പാഠത്തിൻ്റെ ടൈറ്റിൽ അതാണ്. മൂലപാപങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറയുക. നമുക്കറിയാം, ആദിമാതാപിതാക്കൾ പർദീസായിൽ ആയിരുന്നപ്പോൾ പാപം ചെയ്യുന്നതിന് മുമ്പ് അവർ പൂർണ്ണമായ ഒരു ദൈവാനുഭവത്തിലും ദൈവസാന്നിധ്യത്തിലും ദൈവിക സന്തോഷത്തിലുമായിരുന്നു. എന്നാൽ പാപം ചെയ്തതോടുകൂടി മനുഷ്യൻ്റെ ഉള്ളിൽ തിന്മയുടെ സാന്നിധ്യം രൂപപ്പെടുത്തി, പിശാചിൻ്റെ സാന്നിധ്യം അവനിലേക്ക് കടന്നു വരികയുണ്ടായി. ആദിമാതാപിതാക്കൾ പാപം ചെയ്തതോടുകൂടി മനുഷ്യപ്രകൃതിയിൽ അടിസ്ഥാനപരമായ തിന്മയുടെ അംശം കടന്നു വന്നു. മൂലപാപങ്ങൾ അവൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കപ്പെട്ടു. തിന്മയിലേക്കുള്ള ചായ്വ് അതുമൂലം മനുഷ്യനിൽ ഉളവായി. ഉത്ഭവപാപത്തോടുകൂടി മനുഷ്യ മനസ്സിൽ ഉടലെടുത്ത തിന്മ മനുഷ്യനെ ഇന്നും പാപത്തിലേക്ക് നയിക്കുന്നു. മനുഷ്യനിലെ ഈ അടിസ്ഥാന തിന്മകളെക്കുറിച്ചാണ് ഈ പാഠം നമ്മൾ ചർച്ച ചെയ്യുക. ഈ അടിസ്ഥാന പാപങ്ങളെയാണ് മൂലപാപങ്ങൾ, മൗലിക പാപങ്ങൾ എന്ന് നമ്മൾ വിളിക്കുക. 7 മൂലപാപങ്ങളാണുള്ളത്. അഹങ്കാരം, ദ്രവ്യാഗ്രഹം, അസൂയ, കോപം, വിഷയാസക്തി അല്ലെങ്കിൽ മോഹം, അത്യാർത്തി അഥവാ കൊതി, മടി അഥവാ അലസത. ഈ 7 പാപങ്ങളാണ് അടിസ്ഥാനപരമായി മനുഷ്യ സ്വഭാവത്തോട് ചേർന്നിരിക്കുക. ആദിമാതാപിതാക്കൾ പാപം ചെയ്തതോടുകൂടി ഉത്ഭവപാപത്തോടുകൂടി മനുഷ്യ സ്വഭാവത്തോട് ചേർക്കപ്പെട്ടതാണ് ഈ തിന്മയുടെ സാധ്യതകൾ. അപ്പോൾ എല്ലാ മനുഷ്യനിലും ഈ തിന്മയുടെ സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് ഈ തിന്മകളെ അതിജീവിക്കാൻ ഓരോ മനുഷ്യവ്യക്തിയും ബോധപൂർവം പരിശ്രമിക്കണം. ഈ 7 പാപങ്ങളെയാണ് മൂലപാപങ്ങൾ അല്ലെങ്കിൽ മൗലിക പാപങ്ങൾ എന്ന പേരിൽ സഭ പഠിപ്പിക്കുക. കത്തോലിക്കാ സഭയുടെ മതബോധനം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1866 ഈ മൂലപാപങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഈ മൂലപാപങ്ങൾ മനുഷ്യനിലെ പാപസാഹചര്യങ്ങളെ ഉത്തേജിപ്പിച്ച് ആത്മാവിൻ്റെ ഫലങ്ങളെ നിർജ്ജീവമാക്കാൻ കഴിവുള്ളവയാണ്.
പര്യാപ്തമാണ്. ഒന്നാമതായി അഹങ്കാരം. തനിക്ക് പ്രശംസയും ബഹുമാനവും മഹത്വവും ഉണ്ടാകണമെന്ന ക്രമരഹിതമായ ആഗ്രഹമാണ് അഹങ്കാരം. പിശാചിന് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായാണ് ഒരിജൻ എന്ന സഭാപിതാവ് അഹങ്കാരത്തെ വിശേഷിപ്പിക്കുന്നത്. മറ്റു പാപങ്ങളുടെ അടിസ്ഥാനമെന്നും ഉറവിടമെന്നും മാതാവെന്നും ദൈവശാസ്ത്രജ്ഞനും സഭാപിതാവുമായ ജോൺ ക്രിസോസ്റ്റം അഹങ്കാരത്തെ വിശേഷിപ്പിക്കുന്നു. അഹങ്കാരത്തിന് പകരമായി യേശുവിൻ്റെ മനോഭാവം എളിമയുടേതും ശൂന്യവൽക്കരണത്തിൻ്റേതുമാണ്. പാപിയും നിസ്സാരനുമായ എന്നെ ദൈവം തൻ്റെ സ്വന്തം ശരീരരക്തങ്ങൾ നൽകി വിലയായി നൽകി വീണ്ടെടുത്തുവെന്ന സത്യം നാം ധ്യാന വിഷയമാക്കണം. അഹങ്കാരത്തിനെതിരായ പുണ്യമാണ് എളിമ. ഈ പുണ്യം അഭ്യസിക്കുന്നതിലൂടെ അഹങ്കാരത്തെ വിജയിക്കുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തെ പാപമാണ് ദ്രവ്യാഗ്രഹം. സുഖേച്ഛ, ദുരഭിമാനം, വിശ്വാസരാഹിത്യം എന്നിവയാണ് ദ്രവ്യാഗ്രഹത്തിലേക്ക് ഒരുവനെ നയിക്കുന്നത്. അസുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആകുലതയിൽ നിന്നാണ് ദ്രവ്യാഗ്രഹം മുളപൊട്ടുന്നത്. അങ്ങനെയെങ്കിൽ ദൈവപരിപാലനയിലുള്ള വിശ്വാസക്കുറവാണ് ദ്രവ്യാഗ്രഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ദ്രവ്യാഗ്രഹത്തിനെതിരായ പുണ്യമാണ് ഔദാര്യം. ദൈവം തന്ന സമ്പത്തെന്ന ദാനം മറ്റുള്ളവരുമായി ഔദാര്യപൂർവ്വം പങ്കുവയ്ക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ ദ്രവ്യാഗ്രഹത്തെ കീഴടക്കാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ മൂലപാപമാണ് അസൂയ. അന്യൻ്റെ വസ്തുക്കൾ കാണുമ്പോഴുണ്ടാകുന്ന ദുഃഖത്തെയും അന്യായമായിട്ട് പോലും അവ നേടാനുള്ള ക്രമരഹിതമായ ആഗ്രഹത്തെയുമാണ് അസൂയ സൂചിപ്പിക്കുന്നത്. കാറ്റീസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2539 നമ്പറിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അസൂയ മറ്റ് ഒട്ടനവധി പാപങ്ങൾക്കും ജന്മം നൽകുന്നതായി മഹാനായ വിശുദ്ധ ഗ്രിഗറി പഠിപ്പിക്കുന്നു. അസൂയക്കെതിരായ പുണ്യമാണ് ഉപവി അഥവാ സ്നേഹം, പരോപകാര തൽപരത, വിനയം, ദൈവപരിപാലനയ്ക്ക് തന്നെ സമർപ്പിക്കൽ എന്നിവ പരിശീലിക്കുന്നതിലൂടെ അസൂയയോട് പടപൊരുതാൻ നമുക്ക് സാധിക്കും. കാറ്റീസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2554 നമ്പർ. നാലാമത്തെ പാപമാണ് കോപം. മൂലപാപമായ കോപത്തിൻ്റെ അടിസ്ഥാനം പ്രതികാരേച്ഛയാണ്. കോപം അയൽക്കാരനെ കൊല്ലണമെന്നോ സാരമായി മുറിപ്പെടുത്തണമെന്നോ ഉള്ള മനഃപൂർവമായ ആഗ്രഹത്തിലെത്തിക്കുന്നു. കോപം ഉപവിയുടെ ഗൗരവമുള്ള ലംഘനമാണ്. കോപത്തിനെതിരായ പുണ്യമാണ് ക്ഷമ അഥവാ ആത്മസംയമനം. ക്ഷമ എന്ന പുണ്യം പരിശീലിക്കുന്നതിലൂടെ കോപത്തെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. അഞ്ചാമത്തെ മൂലപാപമാണ് വിഷയാസക്തി അഥവാ മോഹം. ലൈംഗികതയെ അതിൻ്റെ ലക്ഷ്യങ്ങളായ പ്രജനനത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും വേർപെടുത്തി ജഡീകമായ സന്തോഷത്തിന് വേണ്ടി മാത്രം തേടുന്നതാണ് വിഷയാസക്തി അഥവാ മോഹം. അശുദ്ധമായ ചിന്തകളോടെ വിഷയാസക്തി ഒരുവനിൽ പ്രവേശിക്കുന്നു. അതുകൊണ്ട് അശുദ്ധ പ്രവൃത്തികൾ മാത്രം ഒഴിവാക്കിയത് കൊണ്ടായില്ല, നേരെ മറിച്ച് അശുദ്ധമായ ചിന്തകളെയും മനസ്സിൽ നിന്ന് പിഴുതു കളയുവാൻ നാം ബദ്ധശ്രദ്ധരായിത്തീരണം. വിഷയാസക്തിക്കെതിരായ പുണ്യമാണ് അടക്കം അഥവാ സംയമനം. നമ്മുടെ ചിന്തയിലും ഇടപെടലുകളിലും സംയമനം പാലിക്കുന്നതിലൂടെ വിഷയാസക്തിയെ നേരിടുന്നതിന് സാധിക്കും. ആറാമത്തെ മൂലപാപമാണ് അത്യാർത്തി അഥവാ കൊതി. ഭക്ഷണപാനീയങ്ങളോടുള്ള അതിര് കടന്ന ആസക്തിയാണ് അത്യാർത്തി അഥവാ ഭോജനപ്രിയം. ഉദരത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് ഭോജനപ്രിയർ. ഭോജനപ്രിയം ആത്മാവിനെ ശരീരത്തിൻ്റെ അടിമയാക്കുന്നു. ഭോജനപ്രിയം നമ്മെ സുഖലോലുപതയിലേക്ക് നയിക്കും. ഇത് നമ്മുടെ മനസ്സിനെ ബലഹീനമാക്കുകയും ജഡീക അഭിലാഷങ്ങൾ വളർത്തുകയും ചെയ്യും. അത്യാർത്തിക്കെതിരായ മിതഭോജനം നാം പരിശീലിക്കണം. മിതഭോജനത്തിലൂടെയും ഉപവാസത്തിലൂടെയും ഒക്കെ നമുക്ക് ഈ തിന്മയെ അതിജീവിക്കാനായിട്ട് സാധിക്കും. ഏഴാമത്തെ മൂലപാപമാണ് മടി അഥവാ അലസത. വിഷാദത്തിൻ്റെ വകഭേദമാണ് മടി. ഒന്നിനോടും താല്പര്യമില്ലാതെ നിരുന്മേഷവാനായി അലസൻ സമയം ചെലവിടുന്നു. സത്പ്രവൃത്തി ചെയ്യാനുള്ള അനിഷ്ടവും ഉദാസീനതയുമാണ് മടി എന്ന പാപത്തിൽ അടങ്ങിയിരിക്കുന്നത്. ആത്മീയതലത്തിലും ഒരുവനെ മടി പിടികൂടാം. അലസത ഒരുവനിൽ പ്രലോഭനങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അലസത തിന്മകൾ വളർത്തുന്നു. അലസതയ്ക്കെതിരായ പുണ്യമാണ് ഉത്സാഹം. നമ്മുടെ കടമകളെ താല്പര്യത്തോടെയും ശ്രദ്ധയോടെയും ചെയ്യുവാൻ പരിശ്രമിക്കുന്നത് ഉത്സാഹം വർദ്ധിപ്പിക്കുകയും അലസത എന്ന പാപത്തെ നിർജീവമാക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. പാഠം 5 നിരീശ്വരവാദവും ഈശ്വരാനുഭവവും. നമുക്കറിയാം, മനുഷ്യചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ദൈവവിശ്വാസം എന്നത് മനുഷ്യചരിത്രത്തിലേക്ക് കടന്നു വന്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ മനുഷ്യചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ
ദൈവനിഷേധവും മനുഷ്യചരിത്രത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഗ്രീക്ക് ചിന്താധാരയിൽ ദൈവത്തിന് വലിയ പ്രാമുഖ്യം കൊടുക്കുന്ന കാലഘട്ടത്തിൽ തന്നെ BC 270 എപ്പിക്യൂറസ് ദൈവമോ ദേവന്മാരോ ആത്മാവോ ഇല്ല എന്ന് പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഭയപ്പെടാതെ തിന്നുകുടിച്ച് ആനന്ദിച്ച് രമിച്ച് ജീവിക്കുക, അതാണ് ഈ ലോക ജീവിതം തരുന്ന യാഥാർത്ഥ്യമെന്ന് എപ്പിക്യൂറസ് പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യൻ തത്വചിന്തയിലും ദൈവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താധാരയിൽ ചാർവാകന്മാർ എന്ന് പറയുന്ന ചിന്താധാര ബ്രഹ്മാവിനെയോ ആത്മാവിനെയോ ആത്മീയ യാഥാർത്ഥ്യത്തെയോ തള്ളിക്കളയുകയും ഭൗതിക വസ്തുക്കൾ മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ ഒരു വശത്ത് ദൈവവിശ്വാസവും ദൈവാനുഭവവും ചരിത്രത്തിലൂടെ മുന്നേറുമ്പോൾ മറുവശത്ത് നിരീശ്വര ചിന്തകളും നിരീശ്വരവാദവും ചരിത്രത്തിലൂടെ മുന്നേറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിവിധ തരം നിരീശ്വരവാദങ്ങൾ നാം ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നുണ്ട്. അവയൊന്ന് തരംതിരിച്ച് വളരെ ഹ്രസ്വമായിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തേത് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ നിരീശ്വരവാദം. പ്രാചീന മനുഷ്യൻ പ്രകൃതിയെയും മനുഷ്യനെയും സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ മിത്തുകളുടെയും ദൈവങ്ങളുടെയും വിശദീകരണത്തിലൂടെ പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. എന്നാൽ കുറേ കാലഘട്ടം മുൻപോട്ട് നീങ്ങിയപ്പോൾ മനുഷ്യ തത്വചിന്ത വളർന്നു വന്നപ്പോൾ മിത്തുകളുടെയും ദൈവങ്ങളുടെയും സ്ഥാനത്ത് തത്വചിന്ത പ്രതിഷ്ഠിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ മതവും മിത്തുകളും പതുക്കെ ഇല്ലാതായി തത്വചിന്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം വരികയുണ്ടായി. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശാസ്ത്രത്തിന് സാധിക്കും. അതുകൊണ്ട് മതമോ തത്വചിന്തയോ ആവശ്യമില്ല, ശാസ്ത്രത്തിന് മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഒരു ചിന്താധാര. അതുകൊണ്ട് ഇനി ദൈവത്തെ ആവശ്യമില്ല, അജ്ഞതയിൽ നിന്നാണ് ദൈവവിശ്വാസം വളർന്നു വന്നത്, അതുകൊണ്ട് ശാസ്ത്രമാണ് എല്ലാം എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു നിരീശ്വരവാദമുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, മതവും തത്വചിന്തയും ശാസ്ത്രവും ഒന്നിനു പുറകെ ഒന്നായി വളർന്നു വന്ന യാഥാർത്ഥ്യങ്ങളല്ല. പ്രാചീന കാലത്ത് മതമുണ്ടായപ്പോൾ തന്നെ തത്വചിന്തയും ശാസ്ത്ര അറിവുകളും ആ കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ട്. ഇത് മൂന്നും ഒന്നിച്ചാണ് വളർന്നു വന്നിട്ടുള്ളതും. ഒന്ന് മറ്റൊന്നിനെ ഇല്ലാതാക്കുകയല്ല, ഒന്നിൻ്റെ പുറകെ മറ്റൊന്ന് വരികയായിരുന്നില്ല. പിന്നെയോ ഇവ മൂന്നും മനുഷ്യ യാഥാർത്ഥ്യങ്ങളുടെ മൂന്ന് തലങ്ങളാണ് എന്നുള്ളതാണ് സഭയുടെ പഠിപ്പിക്കൽ. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ സാധിക്കും എന്നുള്ളത് ഒരു തെറ്റായ അവകാശവാദമാണ്. ശാസ്ത്രം ഭൗതിക മണ്ഡലത്തിൽ മാത്രം വ്യാപരിക്കുമ്പോൾ മനുഷ്യ മനസ്സ് അതിനപ്പുറത്തേക്ക് ആനന്ദവും അർത്ഥവും കണ്ടെത്താൻ പരിശ്രമിക്കുകയാണ്. ഈശ്വരവിശ്വാസവും ശാസ്ത്രവും തമ്മിൽ അടിസ്ഥാനപരമായി വൈരുദ്ധ്യമില്ല, അവ പരസ്പരം പൂരകങ്ങളാണ് എന്നുള്ളത് നമുക്ക് ആഴത്തിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ശാസ്ത്രം എല്ലാ മനുഷ്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമല്ല. ശാസ്ത്രത്തിൻ്റെ മേഖല ഭൗതിക മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവവും ദൈവാനുഭവവും അതിനപ്പുറത്തുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇവ രണ്ടും മനുഷ്യന് ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായി മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത. മാനസിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മനുഷ്യൻ നിർമ്മിച്ചെടുത്തതാണ് മതവും ദൈവവും എന്നുള്ള ചിന്താധാരയാണത്. സിഗ്മണ്ട് ഫ്രോയിഡ്, അതുപോലെ തന്നെ ഫെയർബാഹ് എന്നീ മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ മുൻപോട്ട് വെക്കുന്ന ചിന്താധാര അതാണ്. മനുഷ്യ മനസ്സിൽ അവൻ രൂപപ്പെടുത്തിയെടുത്ത അവൻ്റെ ആഗ്രഹങ്ങളാണ് ദൈവമായും മതവുമായും ഒക്കെ രൂപപ്പെട്ടത് എന്നുള്ളതാണ് ഈ ദൈവനിഷേധത്തിൻ്റെ അടിസ്ഥാനം. ബഹുവിധ മാനസിക ആവശ്യങ്ങൾ ദൈവവിശ്വാസത്തിലേക്ക് ഒരു വ്യക്തിയെ നയിച്ചേക്കാം. മനുഷ്യ മനസ്സ് ഈശ്വരനെ സൃഷ്ടിക്കുകയല്ല, പിന്നെയോ മനുഷ്യ മനസ്സ് ഈശ്വരനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഈശ്വരനുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യ മനസ്സ് എത്തിച്ചേരുകയാണ്. മനുഷ്യ മനസ്സ് ഈശ്വര വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത് സാമൂഹിക ശാസ്ത്രാധിഷ്ഠിത നിരീശ്വരവാദം. സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളാണ് പശ്ചാമനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്നത് എന്നുള്ളൊരു ചിന്താധാരയിൽ നിന്നുമാണ് ഇത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈശ്വരവിശ്വാസവും മതവിശ്വാസവും എല്ലാം സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളുടെ പരിണിത ഫലമാണ്. അടിസ്ഥാനപരമായി എല്ലാം ഭൗതികമാണ്. പദാർത്ഥം മാത്രമേ, മാറ്റർ മാത്രമേ നിലനിൽക്കുന്നതായിട്ടുള്ളൂ.
അതുകൊണ്ട് ആത്മാവോ ദൈവമോ ഒന്നും നിലനിൽക്കുന്നില്ല. ഈ ചിന്താധാര കൂടുതൽ പഠിപ്പിച്ചത് കാർൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും ഒക്കെയാണ്. അതായത് ഭൗതികത മാത്രമാണ് നിലനിൽക്കുന്നതെന്നും ഭൗതികതയ്ക്കപ്പുറത്ത് ദൈവത്തിനോ ആത്മാവിനോ മതങ്ങൾക്കോ ഒന്നും നിലനിൽപ്പില്ല എന്നുള്ളതുമാണ് അവരുടെ പഠിപ്പിക്കൽ. മനുഷ്യൻ്റെ സാമ്പത്തിക സാമൂഹിക ഘടകങ്ങളാണ് മനുഷ്യനെ ദൈവവിശ്വാസത്തിലേക്ക് നയിച്ചത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളിന് യാതൊരു തെളിവുമില്ല. മാർക്സിൻ്റെ ആശയവും പഠിപ്പിക്കലുകളും അതിൻ്റെ പ്രയോഗവും അതിൽ തന്നെ തെറ്റാണെന്ന് ചരിത്രം തെളിയിച്ചു കഴിഞ്ഞു. നാലാമതായിട്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലുള്ള ദൈവനിഷേധം. മനുഷ്യൻ പൂർണ്ണമായി സ്വതന്ത്രനാണെങ്കിൽ ഒരിക്കലും ദൈവം ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ചിന്താധാര. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യമില്ല. അപ്പോൾ മനുഷ്യൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യവും ദൈവവും ഒന്നിച്ചു പോകുന്ന യാഥാർത്ഥ്യമല്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനുഷ്യ സ്വാതന്ത്ര്യത്തിന് യാതൊരു പരിമിതിയും ഇല്ല എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം പരിമിതമാണെന്നും നിയന്ത്രണ വിധേയമാണെന്നും എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഈ അടിസ്ഥാന ചിന്ത ഒരിക്കലും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ദൈവനിഷേധം അതിൽ തന്നെ നിലനിൽക്കുന്നതല്ല. അഞ്ചാമതായിട്ട് അനിത്യവാദത്തിൽ അധിഷ്ഠിതമായ ദൈവനിഷേധം. നശ്വരതയും പരിമിതിയുമാണ് അടിസ്ഥാന മനുഷ്യ യാഥാർത്ഥ്യം. ദൈവത്തിലും മതത്തിലും ആശ്രയിക്കാതെ നശ്വരതയിലും പരിമിതിയിലും അർത്ഥം കണ്ടെത്താൻ മനുഷ്യനെ ഒരുക്കുകയാണ് വേണ്ടത് എന്നതാണ് ഈ ചിന്താധാരയുടെ പ്രത്യേകത. നശ്വരതയും അനിത്യതയും മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാവമാണെന്നും അതിനപ്പുറമുള്ള ആത്മീയ അനുഭവം കണ്ടെത്താൻ മനുഷ്യന് സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള പ്രത്യേകമായ മറുപടി. ഈ ലോകം നശ്വരമാണെന്നും പരിമിതമാണെന്നും അനിത്യമാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നശ്വരതയ്ക്കപ്പുറത്തേക്ക് ചിന്തിക്കാനും വിഭാവന ചെയ്യാനും അതിനെക്കുറിച്ച് ആത്മീയ അനുഭവങ്ങൾ കണ്ടെത്താനും മനുഷ്യന് സാധിക്കും എന്നുള്ളതാണ് മനുഷ്യ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആറാമതായിട്ട് ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള നിരീശ്വരവാദം. ഏഴാമതായിട്ട് ക്രിസ്തീയ നിരീശ്വരവാദം. എട്ടാമതായിട്ട് പ്രായോഗിക നിരീശ്വരവാദം. നിരീശ്വരവാദത്തിൻ്റെ വിവിധ തലങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ കാണുക. എന്നാൽ ഒരു വശത്ത് നിരീശ്വരവാദം ശക്തമാകുമ്പോൾ തന്നെ മറുവശത്ത് ഈശ്വര അനുഭവം ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശ്വരാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ മതങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശ്വര അസ്തിത്വത്തെ തെളിയിക്കാൻ ബാഹ്യപ്രപഞ്ചത്തിലെ അനുഭവങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിവിധ വാദമുഖങ്ങൾ ദാർശനികന്മാർ അവതരിപ്പിച്ചിട്ടുണ്ട്. തോമസ് അക്വീനാസ് അദ്ദേഹം അവതരിപ്പിച്ച 5 യാഥാർത്ഥ്യങ്ങൾ ദൈവ അസ്തിത്വത്തെ തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമതായി അദ്ദേഹം പറയുന്നത് പ്രകൃതിയിൽ നാം ചലനം കാണുന്നുണ്ട്. എന്നാൽ എല്ലാത്തെയും ചലിപ്പിക്കുന്ന, എല്ലാത്തിനും ചലനാത്മകത നൽകുന്ന ചലിക്കാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. അതാണ് ദൈവം. എല്ലാ ചലനങ്ങൾക്കും പിന്നിൽ ചലിക്കാത്ത അചഞ്ചലമായ ഒരു യാഥാർത്ഥ്യമുണ്ടെന്നുള്ള ഉൾക്കാഴ്ച. രണ്ടാമതായിട്ട് പ്രകൃതിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഒരു കാരണമുണ്ട്. എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ഒരു കാരണമുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും പിന്നിലുള്ള കാരണം തേടി പോകുമ്പോൾ ഒരടിസ്ഥാന കാരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അൺകോസ്ഡ് കോസ്, എല്ലാറ്റിനും ആധാരമായ എന്നാൽ യാതൊന്നിനാലും ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ഒരു കാരണം സ്ഥിതി ചെയ്യുന്നു എന്ന ഉൾക്കാഴ്ച. മൂന്നാമതായിട്ട് പ്രപഞ്ചത്തിൽ നാം കാണുന്നതെല്ലാം അനിത്യമാണ്, നശ്വരമാണ്. ആ ഒരു ചിന്തയിൽ നിന്നും നിത്യത എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. കണ്ടിൻജൻസി എന്നാണ് ഈ പ്രതിഭാസത്തെ പറയുക. പ്രപഞ്ച വസ്തുക്കളെല്ലാം അനിത്യ സ്വഭാവമുള്ളതാകിയാൽ അവയ്ക്ക് ആധാരമായി നിത്യവും ഒഴിച്ചുകൂടാനാവാത്ത ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണം എന്ന ചിന്ത ദൈവത്തിലേക്ക് നമ്മെ നയിക്കുന്നു. നാലാമതായിട്ട് പ്രപഞ്ചത്തിൽ കാണുന്ന സത്താപരമായ പൂർണ്ണതകളുടെ കൂടുതൽ കുറവുകൾ ഒരു ധ്യാന വിഷയമാക്കുകയാണ്. എല്ലാ ഗുണങ്ങളുടെയും സമ്പൂർണത, എല്ലാ സൗന്ദര്യത്തിൻ്റെയും പൂർണ്ണത, ഈ ചിന്ത സർവഗുണ സമ്പൂർണമായ ഒരു അസ്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. എല്ലാ സൗന്ദര്യത്തിൻ്റെയും പൂർണ്ണത, എല്ലാ അസ്തിത്വത്തിൻ്റെയും പൂർണ്ണത അത് ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അഞ്ചാമതായി അക്വിനാസ് സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ ക്രമവും ചിട്ടയും, ഓർഡർ ആൻഡ് ഡിസൈൻ. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന അതിൻ്റെ ഓർഡറും അതിൻ്റെ ഡിസൈനും അതിൻ്റെ പിന്നിൽ
ഒരു ശക്തിയുണ്ട് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഈ 5 കാര്യങ്ങളാണ് അക്വിനാസ് മുൻപോട്ട് വയ്ക്കുന്ന ബൗദ്ധികമായ ദൈവം ഉണ്ട് എന്നതിൻ്റെ തെളിവുകൾ. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആന്തരിക അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തെളിവുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ദൈവാനുഭവം മറ്റൊരാൾക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ദൈവാനുഭവം വ്യക്തിപരമാണ്. അങ്ങനെ വ്യക്തിപരമായ അനുഭവത്തിൽ അധിഷ്ഠിതമായ ദൈവാനുഭവത്തെ നമുക്ക് കാണാനായിട്ടും വിശദീകരിക്കാനായിട്ടും സാധിക്കും. യുക്തിപരവും ബുദ്ധിപരവുമായ സമീപനം കൊണ്ട് മാത്രം നമുക്കൊരാൾക്ക് ദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുക എളുപ്പമാകണമെന്നില്ല. എന്നാൽ ഓരോ വ്യക്തിയുടെയും ദൈവാനുഭവവും ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന ദൈവകൃപയും അത് നാം പങ്കുവയ്ക്കുമ്പോഴാണ് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവും അനുഭവവും ലഭിക്കുക. പാഠം 6 കമ്മ്യൂണിസം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ലോകചരിത്രത്തെ സ്വാധീനിക്കുകയും ലോകചരിത്രത്തിൽ കോളിളക്കമുണ്ടാക്കുകയും ചെയ്ത ഒരു തത്വശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുക. പ്രത്യേകിച്ച് 18-19 നൂറ്റാണ്ടുകളിൽ വ്യവസായ വിപ്ലവം യൂറോപ്പിൽ ശക്തമാകുകയും യന്ത്ര സാമഗ്രികൾ കൊണ്ട് ധാരാളം ഉൽപ്പാദനം നടത്തുകയും അങ്ങനെ സമ്പത്തുള്ളവർ യന്ത്ര സാമഗ്രികൾ രൂപപ്പെടുത്തി ധാരാളം ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുത്തുകയും അങ്ങനെ അവർ മുതലാളിമാരായി തീരുകയും ചെയ്തു. അവിടെ ജോലി ചെയ്യുന്നതിന് വേണ്ടി തൊഴിലാളികൾ വേണ്ടി വന്നു. അങ്ങനെ 17, 18, 19 നൂറ്റാണ്ടുകളിൽ വ്യവസായ വിപ്ലവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു തൊഴിലാളി മുതലാളി വ്യവസ്ഥിതി രൂപപ്പെടുകയുണ്ടായി. മുതലാളി തൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൂടുതൽ സമയം തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു, കുറഞ്ഞ വേതനം നൽകുകയുണ്ടായി. അങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ തൊഴിലാളികളുടെ ജീവിതം വളരെ ക്ലേശപൂർണമായിരുന്നു. ഈ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ജർമ്മനിയിലെ ട്രിയർ എന്ന സ്ഥലത്ത് 1818 കാർൽ മാർക്സ് ജനിക്കുന്നത്. അദ്ദേഹം വളർന്നു വന്നത് യുക്തിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. അദ്ദേഹം ഗ്രീക്ക് തത്വചിന്തകനായ എപ്പിക്യൂറസിനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം എപ്പിക്യൂറസ് ദൈവങ്ങൾക്കെതിരെ പ്രതികരിച്ച വ്യക്തിയായിരുന്നു. ഞാൻ എല്ലാ ദൈവങ്ങളെയും വെറുക്കുന്നു, മനുഷ്യന് കിട്ടേണ്ട സ്ഥാനമാണ് ദൈവങ്ങൾ കൈയടക്കി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവങ്ങൾക്കെതിരെ തിരിഞ്ഞ വ്യക്തിയാണ് എപ്പിക്യൂറസ്. ഇത് മാർക്സിനെ ഏറെ സ്വാധീനിച്ചു. അതുപോലെ തന്നെ ആധുനിക ചിന്താധാരയിലെ ഫെയർബാഹ് എന്ന വ്യക്തിയും മാർക്സിനെ ഏറെ സ്വാധീനിക്കുകയുണ്ടായി. എപ്പിക്യൂറസിലൂടെ മാർക്സിൽ നിരീശ്വരവാദം ശക്തിപ്പെട്ടു വന്നു. മറ്റൊരു തത്വചിന്തകനായിരുന്നു ഹേഗൽ. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ പഠിപ്പിക്കൽ പരമമായ സത്ത എന്ന് പറയുന്നത് പരമാത്മാവാണ്, അബ്സല്യൂട്ട് സ്പിരിറ്റ്. ഈ പരമാത്മാവിൻ്റെ കാലികമായ ആവിഷ്കാരങ്ങളാണ് ഈ ലോകത്തിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം. അതുകൊണ്ട് നിലനിൽക്കുന്ന അടിസ്ഥാന യാഥാർത്ഥ്യം ഒന്നേ ഉള്ളൂ, അത് പരമാത്മാവാണ്, അബ്സല്യൂട്ട് സ്പിരിറ്റ്. അദ്ദേഹം വീണ്ടും പഠിപ്പിച്ചു, പ്രപഞ്ചത്തിലുണ്ടാകുന്ന ഏതു മാറ്റവും പരസ്പര വിരുദ്ധമായ 2 യാഥാർത്ഥ്യങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ഉണ്ടാകുന്ന മൂന്നാമത്തെ ഒരു യാഥാർത്ഥ്യമാണ്. അതിനെയാണ് അദ്ദേഹം വൈരുദ്ധ്യാധിഷ്ഠിത വാദം എന്ന രീതിയിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഡയലക്റ്റിക്സ്. ഹേഗലിൻ്റെ പരമാത്മാവാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ള ചിന്തയ്ക്കെതിരെ ഫെയർബാഹ് രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു, പരമമായ യാഥാർത്ഥ്യം അബ്സല്യൂട്ട് സ്പിരിറ്റ് അല്ല, പരമാത്മാവല്ല, പിന്നെയോ മനുഷ്യനാണ് പരമമായ യാഥാർത്ഥ്യം. അപ്പോൾ അബ്സല്യൂട്ട് സ്പിരിറ്റിന് കൊടുത്ത ആ സ്ഥാനം ഫെയർബാഹ് മനുഷ്യന് നൽകി. അത് മാർക്സിനെ ഏറെ സ്വാധീനിച്ചു. അപ്പോൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനും മനുഷ്യ യാഥാർത്ഥ്യങ്ങളും മറ്റീരിയലായിട്ടുള്ള പദാർത്ഥമായിട്ടുള്ള മാറ്ററായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ദൈവവും മതവും ആത്മാവും ഈ യാഥാർത്ഥ്യങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നുള്ള ചിന്താധാരയിലേക്ക് മാർക്സ് കടന്നു വന്നു. അതുപോലെ തന്നെ ഹേഗലിൻ്റെ വൈരുദ്ധ്യാധിഷ്ഠിത വാദം അത് മാർക്സിനെ സ്വാധീനിച്ചു. ചരിത്രത്തിലെ എല്ലാ മാറ്റവും സാമ്പത്തിക വൈരുദ്ധ്യമുള്ള 2 വിഭാഗങ്ങൾ തമ്മിൽ ഉള്ള സംഘട്ടനത്തിൽ നിന്നും ഉരുവാകുന്നതാണ് എന്ന് മാർക്സ് പഠിപ്പിച്ചു. മുതലാളിയും തൊഴിലാളിയും തമ്മിൽ വൈരുദ്ധ്യ സ്വഭാവമുള്ള 2 യാഥാർത്ഥ്യങ്ങളാണെന്നും അവർ തമ്മിലുള്ള സംഘട്ടനം അനിവാര്യമാണെന്നും ആ സംഘട്ടനത്തിലൂടെ മൂന്നാമതൊരു യാഥാർത്ഥ്യം രൂപപ്പെടും, അതാണ് കമ്മ്യൂണിസമെന്നും അദ്ദേഹം ചിന്തിച്ചു. അതുകൊണ്ടാണ് കമ്മ്യൂണിസത്തെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് വിളിക്കുക. ഈ കമ്മ്യൂണിസം എന്ന ആശയത്തിലേക്ക് വരാൻ വേണ്ടി മാർക്സ് അവതരിപ്പിച്ച അടിസ്ഥാന യാഥാർത്ഥ്യമായിരുന്നു സ്വകാര്യ സ്വത്തിൻ്റെ നിഷേധം.
പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈസ് ദ ഒറിജിനൽ സിൻ. സ്വകാര്യ സ്വത്ത് മൂലപാപമാണ്. അതുകൊണ്ട് സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കുക, സാമ്പത്തിക സമത്വം ഉറപ്പാക്കുക. മുതലാളി സ്വകാര്യ സ്വത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ചൂഷണം നടത്തുക. സ്വകാര്യ സ്വത്ത് ഇല്ലാതായാൽ ചൂഷണം ഇല്ലാതാകും. സ്വകാര്യ സ്വത്തുക്കളെല്ലാം രാഷ്ട്രത്തിൻ്റെ അധീനതയിലാക്കുക. അതുകൊണ്ട് തൊഴിലാളി സംഘടിച്ച് വിപ്ലവത്തിലൂടെ മുതലാളിമാരുടെ സമ്പത്ത് രാഷ്ട്രത്തിൻ്റേതാക്കി മാറ്റണം. അങ്ങനെ തൊഴിലാളി സംഘടിച്ച് തൊഴിലാളി അധികാരമുള്ള ഒരു ഗവൺമെൻറ് രൂപീകരിക്കണം. അങ്ങനെ തൊഴിലാളി നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെൻറ് സംവിധാനം, അതിനെയാണ് സോഷ്യലിസം എന്ന പേരിൽ അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെ മുതലാളികളുടെ കയ്യിൽ നിന്നും എല്ലാവരിൽ നിന്നും സമ്പത്ത് സ്റ്റേറ്റിൻ്റെ കൈകളിലാക്കി തൊഴിലാളിക്ക് അധികാരമുള്ളൊരു ഭരണ സംവിധാനത്തിലൂടെ ഒരു സമൂഹത്തെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും തുല്യമായ സാമ്പത്തിക അടിസ്ഥാനം. അങ്ങനെ ക്രമേണ കമ്മ്യൂണിസം എന്ന പർദീസ രൂപപ്പെടും. പിന്നെ രാഷ്ട്ര സംവിധാനം തന്നെ ഇല്ലാതായിക്കൊള്ളും, കമ്മ്യൂണിസ്റ്റ് പർദീസ രൂപപ്പെടും എന്നുള്ളതായിരുന്നു മാർക്സിൻ്റെ ചിന്താധാര. വിപ്ലവത്തിനും കമ്മ്യൂണിസത്തിനും ഇടയ്ക്കുള്ള ആ കാലഘട്ടത്തെയാണ് സോഷ്യലിസം എന്ന പേരിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് തന്നെ ഇല്ലാതാകും, ക്രമേണ അത് കമ്മ്യൂണിസത്തിന് വഴിമാറും. എല്ലാവർക്കും അവരവരുടെ ആവശ്യം പോലെ, എല്ലാവരും അവരവരുടെ കഴിവ് പോലെ എന്ന സാമൂഹിക വ്യവസ്ഥതയിൽ അധിഷ്ഠിതമായിരുന്നു മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് പർദീസയെക്കുറിച്ചുള്ള ചിന്ത. എന്നാൽ കാൾ മാർക്സ് മുൻപോട്ട് വെച്ച കമ്മ്യൂണിസ്റ്റ് പർദീസ ഏറ്റവും വലിയ പരാജയമായിരുന്നു എന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ചരിത്രം തെളിയിക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ദ്രുതഗതിയിൽ വളർച്ച പ്രാപിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന സൗധം 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്ക് ആർക്കും കണക്ക് കൂട്ടാൻ കഴിയാത്ത വേഗത്തിൽ നിലംപതിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും തളർച്ചയുമാണ്. പോളണ്ട്, ഹംഗറി, കിഴക്കൻ ജർമ്മനി, റുമേനിയ, ചെക്കോസ്ലോവാക്യ, ബൾഗേറിയ, അൽബേനിയ, സോവിയറ്റ് യൂണിയൻ, യൂഗോസ്ലാവിയ എന്നീ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ജനകീയ മുന്നേറ്റത്തിൻ്റെ കാറ്റേറ്റ് വീണുപോയി. ചൈനയിൽ കമ്മ്യൂണിസത്തിൻ്റെ മുതലാളിത്ത രൂപം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനലക്ഷങ്ങൾക്ക് ആവേശം പകർന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തവും അതിൻ്റെ ചിഹ്നങ്ങളും തൂത്തുമായ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ രാജ്യത്തിലെ ജനങ്ങൾ. ഈ രാജ്യങ്ങളിൽ ഭരണകൂടത്തിൻ്റെ മാറ്റമല്ല, പിന്നെയോ കമ്മ്യൂണിസം എന്ന ആശയത്തിൻ്റെ തിരസ്കരണമാണ് നടന്നത്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം തകർന്നത്? അത് പുറത്തു നിന്നുള്ള മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ആക്രമണത്തിൽ നിന്നല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വന്ന പീഡനത്തിനും അസ്വാതന്ത്ര്യത്തിനും അറുതി വരുത്തി ശുദ്ധവായു ശ്വസിക്കാൻ ആരംഭിച്ചതിൽ നിന്നും ഉള്ള ജനകീയ മുന്നേറ്റത്തിലാണ് കമ്മ്യൂണിസം തകർന്നു വീണത്. ഒന്നാമതായി, കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രം അതിൻ്റെ ആശയത്തിൽ തന്നെ വികലവും തെറ്റു നിറഞ്ഞതുമായിരുന്നു. രണ്ടാമതായി, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പ്രയോഗത്തിൽ വൻ പരാജയമായിരുന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. മാർക്സിസം ഒരു പരാജയമായിരുന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു നമ്മൾ പറയുകയുണ്ടായി. മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ കാൾ മാർക്സ് പരാജയപ്പെട്ടു. മനുഷ്യൻ വെറും ഭൗതികനാണ്, അവനിൽ ആത്മീയമായ യാതൊന്നുമില്ല, മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഭൗതികമായ പ്രശ്നങ്ങളാണ് എന്നുള്ള മനുഷ്യനെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാട് മാർക്സിസത്തിൻ്റെ പരാജയത്തിന് കാരണമായി. വർഗ സമര സിദ്ധാന്തം അശാസ്ത്രീയവും വികലവുമാണ് എന്ന് ചരിത്രം പഠിപ്പിച്ചു. സ്വകാര്യ സ്വത്ത് അവകാശ നിഷേധം, അതിലൂടെ ജോലി ചെയ്യുവാനുള്ള മനുഷ്യൻ്റെ അടിസ്ഥാന ആഗ്രഹങ്ങളെ മാർക്സ് ഇല്ലാതാക്കി. മാർക്സിലെ നിരീശ്വരവാദം, ദൈവമില്ല, പദാർത്ഥം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ള മാർക്സിൻ്റെ കണ്ടെത്തൽ മാർക്സിസത്തിൻ്റെ തകർച്ചയിലേക്ക് നയിച്ചു. ലക്ഷ്യമാർഗത്തെ നീതീകരിക്കും, ഏതു മാർഗം ഉപയോഗിച്ചും ലക്ഷ്യത്തിലേക്ക് കടന്നു വരാം എന്നുള്ള മാർക്സിൻ്റെ തെറ്റായ പഠിപ്പിക്കലുകൾ മാർക്സിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. 1979 ഫ്രഞ്ച് പത്രമായ ഫിഗാറോ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തു: 1917 മുതൽ 1978 വരെയുള്ള 6 ദശകങ്ങൾക്കുള്ളിൽ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ വെടിവെച്ചും പട്ടിണിക്കിട്ടും കൊന്നൊടുക്കിയവരുടെ ആകെ സംഖ്യ 15 കോടിയാണ്. മനുഷ്യവ്യക്തികളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. അപ്പോൾ മാർക്സിസം അതിൻ്റെ ആശയത്തിലും പ്രയോഗത്തിലും അത് പരാജയമായിരുന്നു. കമ്മ്യൂണിസം എന്ന പറുദീസ മാർക്സിൻ്റെ വെറും ഭാവനയായിരുന്നു എന്നുള്ളത് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു. കമ്മ്യൂണിസത്തോടുള്ള സഭയുടെ മനോഭാവം എന്താണ്? നമുക്കറിയാം, കമ്മ്യൂണിസത്തിൽ ഒട്ടേറെ നല്ല ചിന്താധാരകൾ ഉണ്ട്. മനുഷ്യന് പ്രാമുഖ്യം കൊടുക്കുന്ന,
മനുഷ്യന് കൂടുതൽ ഔന്നത്യം നൽകുന്ന ഒത്തിരി ചിന്താധാരകൾ അതിനകത്തുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തെ തെറ്റായ സമീപനങ്ങളെയാണ് സഭ എതിർക്കുക. മനുഷ്യനിലെ ആത്മീയതയെ അംഗീകരിക്കുന്ന, ഈശ്വര അസ്തിത്വത്തെ അംഗീകരിക്കുന്ന, മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന, ലക്ഷ്യവും മാർഗവും ഒരുപോലെ ശുദ്ധമായിരിക്കണമെന്ന് അംഗീകരിക്കുന്ന, സ്വകാര്യ സ്വത്ത് എന്ന മനുഷ്യൻ്റെ അടിസ്ഥാന ആഗ്രഹത്തെ അംഗീകരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തെ അംഗീകരിക്കാൻ സഭയ്ക്ക് ഒരു മടിയുമില്ല. 7ാമത്തെ പാഠം ലഹരി. ലഹരിയിലൂടെ ഒരുവൻ സ്വന്തം വ്യക്തിത്വത്തെയും അവനിലെ ദൈവിക യാഥാർത്ഥ്യത്തെയും നശിപ്പിക്കുകയാണ്. നമുക്ക് മനുഷ്യത്വത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് മനുഷ്യൻ്റെ ചായ്വ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലഹരി വസ്തുക്കൾ ആസക്തിയുടെ ഉറവിടം. ഒരു വസ്തുവിനോടുള്ള അമിതമായ ഭ്രമം അല്ലെങ്കിൽ പ്രത്യേകതരം പ്രതിപത്തി, ഇതിനെയാണ് ആസക്തി എന്ന് പറയുക. ആസക്തിക്ക് അടിമപ്പെടുന്ന വ്യക്തി ശാരീരികമായും മാനസികമായും വസ്തുക്കളോട് പ്രത്യേക അടുപ്പം കാണിക്കുകയും ആ വസ്തുക്കളുടെ അഭാവം ആ വ്യക്തിയെ മാനസികമായി വിഭ്രാന്തിയിലേക്ക് തള്ളിവിടുകയും ചെയ്യും. ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ ഒരു വ്യക്തി ആസക്തിക്ക് അടിമപ്പെട്ടാൽ അവ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള പ്രേരണ വളരെ ശക്തമായി തീരും. ആസക്തിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ലഹരി പദാർത്ഥങ്ങളോട് ശാരീരികമായും മാനസികമായുമുള്ള ഒരുതരം വിധേയത്വം സ്ഥാപിച്ചെടുക്കുകയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ഈ വസ്തുവിനുള്ള അമിതമായ മോഹം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അയാളുടെ ദൈനംദിന ജീവിതചര്യകൾ പോലും നടക്കുന്നതിന് ലഹരി വസ്തുക്കൾ ആവശ്യമായി തീരും. വിവിധ തരം ലഹരി വസ്തുക്കൾ, പാൻ മസാലകൾ, മയക്കുമരുന്നുകൾ, പലതരത്തിലുള്ള മയക്കുമരുന്നുകളുണ്ടെന്ന് നമുക്കറിയാം. കറുപ്പ്, മോർഫിൻ, ബ്രൗൺ ഷുഗർ, കോഡിൻ, ഗാർഡിനാൾ, ലുമാനാൾ, വാലിയം, ലാബ്രിയം, കൊക്കൈൻ, പെതഡിൻ, ഗഞ്ചാവ്, ചരസ്, ഹാഷിഷ് തുടങ്ങി നിരവധി മയക്കുമരുന്നുകളുണ്ട്. വിവിധ തരത്തിലുള്ള മദ്യങ്ങൾ ലഹരിക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പുകവലി. ഈ വിവിധ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യനെ ലഹരിയുടെ ആസക്തിയിലേക്ക് ആനയിക്കും, അഡിക്ഷനിലേക്ക് ആനയിക്കും. പന്മസാലകളും മയക്കുമരുന്നുകളും മദ്യവും പുകവലിയുമെല്ലാം വിവിധ തരത്തിലുള്ള ലഹരികളാണെന്നും ഈ ലഹരികളെല്ലാം തന്നെ നമ്മളെ അഡിക്ഷനിലേക്ക്, ആസക്തിയിലേക്ക് ആനയിക്കുമെന്നും അതിൽ നിന്നും കരകയറുക അത്ര എളുപ്പമല്ല എന്നും നാം മനസ്സിലാക്കണം. ഒരുവൻ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് തുടങ്ങിയാൽ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാനുള്ള താല്പര്യം അവനിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു ദിവസം മുൻപേ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഏറ്റവും എളുപ്പം. ലഹരി കഴിക്കുന്ന ഒരാൾ വീണ്ടും വീണ്ടും ലഹരി കഴിക്കുന്നതിലൂടെ കുഴിയിൽ വീണ ഒരാൾ ആ കുഴിയുടെ ആഴം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലെ ആ കുഴിയിൽ നിന്നും കര കയറാൻ എളുപ്പമാണ്. കുഴിയുടെ ആഴം വർദ്ധിക്കും തോറും കര കയറുവാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ലഹരിക്ക് അടിമയായ വ്യക്തി എത്രയും പെട്ടെന്ന് അതിൽ നിന്നും രക്ഷ നേടുന്നതാണ് യുക്തമായിട്ടുള്ള കാര്യം. ലഹരി വഴിയായിട്ട് ഒരുവൻ സ്വന്തം വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നു, അവനിലെ ദൈവിക സാന്നിധ്യത്തെ നശിപ്പിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നതിലൂടെ അവൻ്റെ കുടുംബ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ, അവൻ്റെ തൊഴിൽ, അവൻ്റെ ആരോഗ്യം ഇവയെല്ലാം തകിടം മറിയും എന്ന് നമുക്ക് അറിയാം. ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബജീവിതം, വ്യക്തിജീവിതം, സാമൂഹ്യ ജീവിതം, ആത്മീയ ജീവിതം എല്ലാം പരാജയമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വഴികളിലൂടെ എല്ലാം ദൈവം നമുക്ക് നഷ്ടപ്പെടുന്ന വഴികളാണ് നമ്മൾ കണ്ടത്. മൂലപാപങ്ങൾ, നിരീശ്വരവാദം, മാർക്സിസം എന്ന പ്രത്യയശാസ്ത്രം, നശിപ്പിക്കുന്ന ലഹരി, ഈ വഴികളിലൂടെ എല്ലാം ദൈവം നമുക്ക് നഷ്ടമാകും, ദൈവം നമുക്ക് നഷ്ടമാകും. നമ്മൾ ദൈവത്തിൽ നിന്നും അകന്ന് നമ്മിലുള്ള മൃഗപ്രകൃതി ശക്തി പ്രാപിക്കും. ഒരു മൃഗമായി നമ്മൾ അധപ്പതിക്കും. നമ്മിലെ മൃഗപ്രകൃതിയെ രൂപാന്തരപ്പെടുത്തുന്ന, വിശുദ്ധീകരിക്കുന്ന ദൈവിക സാന്നിധ്യം നമ്മിൽ നിന്ന് നഷ്ടമായി മൃഗത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ തരം താഴും. 8ാമത്തെ പാഠം പ്രത്യാശയിലേക്ക്. ഒരു വ്യക്തി മേൽപ്പറഞ്ഞ എന്തെങ്കിലും കാരണങ്ങളാൽ അവന് ദൈവം നഷ്ടമായെങ്കിൽ, പാപം വഴി അവന് ദൈവം നഷ്ടമായെങ്കിൽ, ബോധപൂർവം ദൈവത്തെ നിഷേധിച്ചത് വഴി ദൈവം നഷ്ടമായെങ്കിൽ, പ്രത്യയശാസ്ത്രത്തിന് അടിമയായത് മൂലം ദൈവം നഷ്ടമായെങ്കിൽ, മദ്യത്തിലൂടെയും മറ്റ് ലഹരി പദാർത്ഥത്തിലൂടെയും അവന് ദൈവം നഷ്ടമായെങ്കിൽ, അവന് ദൈവത്തെ തിരികെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ആർക്കെങ്കിലും ദൈവം നഷ്ടമായാൽ ദൈവസന്നിധിയിൽ തിരിച്ചു വന്ന് പശ്ചാത്താപത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് രമ്യപ്പെടുന്നതിന് സാധ്യതയുണ്ട് എന്നുള്ള വലിയൊരു പ്രത്യാശയുടെ ചിന്തയാണ് 8ാമത്തെ പാഠം നമ്മൾ കാണുക. ആധുനിക കാലഘട്ടം നിരാശയുടെയും പ്രത്യാശയുടെയും കാലഘട്ടമാണ്. പല മനുഷ്യരിലും നിരാശയിലാണ് കഴിയുക. അതേസമയം തന്നെ
പ്രത്യാശയുടെ ധാരാളം ചക്രവാളങ്ങളും ആധുനിക യുഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൗമാരപ്രായത്തിലെ അസ്വസ്ഥതകൾ, ഈ അസ്വസ്ഥതകൾ മൂലം പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്ന അനേകർ. അപ്പോൾ യൗവനത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്നവരുണ്ടെങ്കിൽ, ആധുനിക ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന കൗമാരപ്രായക്കാരെ അസ്വസ്ഥരാക്കുന്ന നിരവധി കാര്യങ്ങൾ അനുദിന ജീവിതത്തിലുണ്ട്. അല്പം പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ അവയെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ പോകുന്ന തൊട്ടാവാടി പ്രകൃതം ഉള്ളവരുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അലസമായിരിക്കുന്നതിൽ ആനന്ദിക്കുന്നവർ, അശ്രദ്ധയോടുകൂടി ജീവിതത്തെ കാണുന്നവർ, ചീത്ത കൂട്ടുകെട്ടുകൾ ഉള്ളവർ, പഠനകാര്യങ്ങളിൽ മാതാപിതാക്കളുടെ സമ്മർദ്ദത്താൽ ക്ലേശിക്കുന്നവർ, പ്രതീക്ഷിക്കുന്നവ ലഭിക്കാതെ വരുമ്പോൾ നിരാശരാകുന്നവർ, അമിതമായ ഉറക്കം, കുടുംബ പ്രശ്നങ്ങൾ, തുറന്നു സംസാരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ, സ്നേഹിക്കാൻ ആരുമില്ലെന്ന ചിന്ത, അതിൽ കടന്ന ടെലിവിഷൻ ഭ്രമം, മൊബൈൽ ഫോണിന് അടിമ, പല വിചാരങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുന്ന കൗമാരപ്രായക്കാരുണ്ട്. അതുപോലെ മാർക്സിസം പോലുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമയായി കഴിയുന്നവർ, മദ്യപാനത്തിനും ലഹരിയിലും അടിമകളായി കഴിയുന്നവർ, പ്രേമബന്ധങ്ങളിൽ മനസ്സുകുരുങ്ങി പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർ, സൗന്ദര്യ സമ്പത്ത്, കുടുംബ മഹിമ എന്നിവയുടെ പേരിൽ അവഗണിക്കപ്പെടുന്നു എന്ന് കുറ്റബോധമുള്ളവർ, ശാരീരിക വൈകല്യവും രോഗവുമുള്ളവർ, ചില തെറ്റുകളുടെയും തിന്മകളുടെയും ബന്ധനത്തിൽ കഴിയുന്നവർ, പാപം മൂലം പരിശുദ്ധാത്മ സാന്നിധ്യം നഷ്ടപ്പെട്ടവർ എന്നിങ്ങനെ ചിതറിക്കപ്പെട്ട മനസ്സുമായി കഴിയുന്ന കൗമാരപ്രായക്കാർക്ക് ഒരു പ്രത്യാശ നൽകുന്നതാണ് ഈ പാഠം. ഏത് തകർച്ചയിൽ ഞാൻ കഴിയുന്നെങ്കിലും ദൈവസന്നിധിയിൽ തിരികെ വന്നാൽ ആ സ്വർഗീയ പിതാവിനെ വീണ്ടും സ്വീകരിക്കും. ധൂർത്തപുത്രൻ പിതാവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ആ പിതാവ് എത്ര സ്നേഹത്തോടെയാണ് അവനെ സ്വീകരിക്കുക. അവൻ്റെ കഴിഞ്ഞകാല ചരിത്രമൊന്നും ചോദിക്കാതെ അവനെ മകനായി പൂർണ്ണമായി സ്വീകരിക്കുന്ന ഒരു ചിത്രം പ്രത്യാശയുടെ ചിത്രമാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ദൈവം നഷ്ടപ്പെട്ടാൽ, നിരാശയിലായാൽ പ്രത്യാശയിലേക്ക് കടന്നു വരാനും ദൈവത്തെ സമ്പാദിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ള ഒരു പ്രത്യാശയുടെ ചിന്തയാണ് ഈ 8ാമത്തെ പാഠത്തിൽ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചിരിക്കുക. 9ാമത്തെ പാഠം വിശുദ്ധ പൗലോസ് ശ്ലീഹ ക്രിസ്ത്യാനികൾക്ക് ഒരു ഉത്തമ മാതൃക. നമ്മൾ 2ാമത്തെ പാഠത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു, യേശുക്രിസ്തുവാണ് എല്ലാ മനുഷ്യരുടെയും ഉദാത്തമായ മാതൃക. എല്ലാവരും യേശുവിനെ പോലെ വളരുവാൻ, യേശുവിൻ്റെ വിശുദ്ധിയിലേക്ക് വളരുവാൻ, ക്രിസ്തു സാദൃശ്യത്തിലേക്ക് വളരുവാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ ക്രിസ്തു സാദൃശ്യത്തിലേക്ക് വളരുവാൻ സ്വയം സമർപ്പിച്ച് രക്തസാക്ഷിയായി തീർന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ. ഇനി ഞാനില്ല, ക്രിസ്തുവേ ഉള്ളൂ. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ വളരുന്നു, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ്. ക്രിസ്തുവിനെ പോലെ എല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. അത് അവനുമായി ഒന്നായിത്തീരുന്നതിന് വേണ്ടി അത്രേ. അങ്ങനെ യേശു ക്രിസ്തുവുമായി താതാത്മ്യം പ്രാപിക്കുവാൻ ആഗ്രഹിച്ച ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു പൗലോസ്. കർത്താവിൻ്റെ അടയാളങ്ങൾ ഞാൻ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടയാളങ്ങൾ സ്വന്തമാക്കി കുരിശിൻ്റെ മറുപുറം തുറന്നു കിടക്കുന്നത് കണ്ട് അവിടെ തന്നെ കുരിശിച്ച് ഞാൻ ക്രിസ്തുവുമായി ക്രൂശിതനായിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ പങ്കുചേർന്നവൻ. അങ്ങനെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി സ്വയം സമർപ്പിച്ച വിശുദ്ധ പൗലോസ് എല്ലാ ക്രിസ്ത്യാനികൾക്കും മാതൃകയാണ്. പൗലോസിൻ്റെ ജീവിതമാണ് തീർച്ചയായിട്ടും നമുക്കേവർക്കും ഒരു മാതൃക. മനുഷ്യരെന്ന നിലയിൽ നമുക്കേവർക്കും ഒരു മാതൃകയാണ് വിശുദ്ധ പൗലോസ്. 9ാമത്തെ പാഠം വിശുദ്ധ പൗലോസിനെ കുറിച്ചുള്ള നിരവധി ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും അദ്ദേഹത്തിൻ്റെ മാനസാന്തരവും അദ്ദേഹത്തിൻ്റെ മാതൃകയും ഈ പാഠത്തിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. 10ാമത്തെ പാഠം ഞാൻ എന്തുകൊണ്ട് കത്തോലിക്കനായിരിക്കുന്നു. ക്രിസ്തു സ്ഥാപിച്ച സഭ കത്തോലിക്ക സഭയിൽ പൂർണ്ണമായി നിലനിൽക്കുന്നു. ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ പൂർണ്ണത മറ്റേതൊരു സഭയേക്കാളും പൂർണ്ണമായി നമുക്ക് കത്തോലിക്ക സഭയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭ കത്തോലിക്ക സഭയിൽ സ്ഥിതി ചെയ്യുന്നു. സഭയുടെ 4 ലക്ഷണങ്ങൾ, സഭ ഏകമാണ്, വിശുദ്ധമാണ്, കാതോലികമാണ്, ശ്ലൈഹികമാണ്. ഈ 4 ലക്ഷണങ്ങളുടെയും പൂർണ്ണത മറ്റേത് സഭകളെക്കാൾ ഉപരി കത്തോലിക്ക സഭയിൽ കാണാൻ സാധിക്കും. മറ്റൊരു സഭയ്ക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കാത്ത പൂർണ്ണത കത്തോലിക്ക സഭയിൽ മാത്രമാണ് ഉള്ളത്. കത്തോലിക്ക സഭ മനുഷ്യനെ മനുഷ്യനായി കാണുകയും ആദരിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഔന്നത്യം പുലർത്തുന്നുണ്ട് മറ്റെല്ലാ സഭകളെക്കാളും. മാനവികതയുടെ സംരക്ഷണം, ആതുര സേവനം എന്നീ കാര്യങ്ങളിൽ സഭ നൽകുന്ന വലിയ സമർപ്പണം, ശബ്ദമില്ലാത്തൊരു ശബ്ദമായി തീരുന്ന കത്തോലിക്ക സഭ, കമ്മ്യൂണിസം എന്ന നിരീശ്വര പ്രസ്ഥാനത്തിനെതിരെ പടപൊരുതുന്ന കത്തോലിക്ക സഭ, വിശുദ്ധ ലിഖിതവും വിശുദ്ധ കുർബാനയും ഒരുപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കത്തോലിക്ക സഭ, രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥമുള്ള കത്തോലിക്ക സഭ. അങ്ങനെ മറ്റെല്ലാ സഭകളിൽ നിന്നും വ്യത്യസ്തമായി
സഭകളുടെ പൂർണ്ണത കത്തോലിക്ക സഭയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു കത്തോലിക്കനായിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടൊരു കത്തോലിക്കനായിരിക്കണം? ഞാൻ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയായിരിക്കണം? ഞാൻ എന്തുകൊണ്ട് ഒരു ദൈവവിശ്വാസിയായിരിക്കണം? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുക എന്നുള്ളതാണ് ഈ പാഠത്തിലൂടെ ലക്ഷ്യം വെക്കുക. 11ാം ക്ലാസ്സിലെ 10 പാഠങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഞാൻ എന്തുകൊണ്ട് ദൈവവിശ്വാസിയായിരിക്കണം? ഞാൻ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കണം? ഞാൻ എന്തുകൊണ്ട് കത്തോലിക്കനായിരിക്കണം? എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമാണ് ഈ 10 പാഠങ്ങളിലൂടെ 11ാം ക്ലാസ്സിൽ നാം നൽകിയത്. 1 മുതൽ 10 വരെയുള്ള പാഠങ്ങൾ അടിസ്ഥാനപരമായി ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിൽ നിന്നും മനുഷ്യന് ദൈവത്തെ ആവശ്യമാണെന്നും ദൈവത്തെ കൂടാതെ മനുഷ്യനെ വ്യാഖ്യാനിക്കാൻ സാധ്യമല്ലെന്നും ദൈവം ഇല്ലാത്ത മനുഷ്യൻ വെറും മൃഗമായി തീരുമെന്നും മൃഗാവസ്ഥയിലേക്ക് തരം താഴുമെന്നും അതുകൊണ്ട് മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ ദൈവത്തെ ആവശ്യമുണ്ട്, മതത്തെ ആവശ്യമുണ്ട്, സഭയെ ആവശ്യമുണ്ട്, പള്ളി ആവശ്യമുണ്ട്, പുരോഹിതൻ ആവശ്യമുണ്ട്. ഇല്ല എങ്കിൽ മനുഷ്യൻ മൃഗാവസ്ഥയിലേക്ക് തരം താഴും. അതുകൊണ്ട് മനുഷ്യന് ദൈവത്തെ ആവശ്യമുണ്ട് എന്നുള്ള അടിസ്ഥാന ചിന്താധാരയിൽ നിന്നാണ് ഈ പുസ്തകം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചിന്ത കുട്ടികളുടെ മനസ്സിലേക്ക് പങ്കുവയ്ക്കാനായിട്ട് അധ്യാപകർ പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 16 വയസ്സ് കഴിഞ്ഞ് 17 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ തൃപ്തികരമായ ഉത്തരം കൊടുക്കാൻ അധ്യാപകർ ഈ പുസ്തകം ചോദിനെ വായിച്ച് നല്ലവണ്ണം ഒരുങ്ങി വേണം ക്ലാസ്സിലേക്ക് പോകാൻ എന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.